ഹായ് ഓൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക്. കാണുന്നുണ്ടല്ലോ സ്ക്രീൻ? യെസ്. നമുക്ക് യൂണിറ്റ് 7 തൊട്ടിട്ടല്ലേ നോക്കാനുള്ളത്. 6 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ഇച്ചിരി സ്പീഡിൽ പോകും കേട്ടോ, കാരണം നാളെയും മറ്റന്നാളൊന്നും എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല. ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ രാവിലെ തൊട്ടേ അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. അപ്പോൾ നാളെയും മറ്റന്നാളൊന്നും സെഷൻസ് ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ പരമാവധി പറയാനുള്ളതൊക്കെ സ്പീഡിൽ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ യൂണിറ്റ് 7 നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ റെക്കോർഡിങ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും വേഗം പറഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്സ് ഞാൻ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 7 നമുക്ക് നോക്കാനുള്ളത് നിയോ ഫ്രൂഡിയൻസ് ആണ് യൂണിറ്റ് 7 വരുന്നത്. അപ്പോൾ ഇതിൽ കാൾ ഗുസ്താവ് ജങ്ങിൻ്റെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് നോക്കണം. അപ്പം അതായത് നിയോ ഫ്രൂഡിയൻസ് ആണ്. അതായത് സിഗ്മണ്ട് ഫ്രൂയിഡിന് ശേഷം വന്നിട്ടുള്ളതാണെന്ത് നിയോ ഫ്രൂഡിയൻസ്. അപ്പോൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ സിഗ്മണ്ട് Freud has massively contributed to the field of psychology and thus had attracted many followers. However, he was highly criticized for his extreme emphasis on sexuality over the years. Many other theorists who were attracted to Freudian theory adapted and built on his ideas to contribute to the field of personality and psychology. These theorists were referred to as Neo-Freudians. അപ്പോൾ Neo-Freudians എന്ന് പറയുന്നത് ആരാ? ഫ്രോയിഡ് കൊണ്ടുവന്ന തിയറി ഒക്കെ ആ ടൈമിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സെക്ഷുവാലിറ്റീനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ക്രിറ്റിസിസം വന്നത്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയിട്ട് ഒരുപാട് തിയറീസും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളും വന്നിട്ടുണ്ട്. പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഒക്കെ ഫീൽഡിൽ ഒരുപാട് പേര് വന്നു. ആ തിയറിസ്റ്റുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നിയോ ഫ്രൂഡിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് കാൾ ഗുസ്താവ് ജങ്. ജങ്ങിൻ്റെ വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റാണ്. ജങ്ങിൻ്റെ വർക്ക് നോക്കുകയാണെങ്കിൽ സൂറിച്ചിലെ സൈക്യാട്രിസ്റ്റാണ്. ഹൈലി ഇംപ്രസ്ഡ് ബൈ ദ കോൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഷെയറിങ് ഹിസ് വർക്ക് ആൻഡ് റൈറ്റിംഗ് വിത്ത് ഫ്രൂഡിൻ്റെ കൂടെയുള്ള റൈറ്റിങ്സ് ഒക്കെ ആയിട്ടാണ് അദ്ദേഹം വർക്കുകൾ ഷെയർ ചെയ്ത് തുടങ്ങിയത്. ഫ്രൂഡ് ഡിസൈഡഡ് ജങ് ടു ഹിസ് ബി അക്കാഡമിക് സക്സസർ ബട്ട് ഗ്രാജുവലി പേഴ്സൺ ആസ് വെൽ ആസ് തിയററ്റിക്കൽ differences between the two started erupting, ending their correspondence and relationship in 1930. Later, Jung founded his own school and called it analytical psychology. അപ്പോൾ ജങ് തുടങ്ങിയത് ഫ്രൂഡിൻ്റെ ഒപ്പം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം റൈറ്റിങ്സ് ഒക്കെ എഴുതിയിട്ടാണ് കൂടുതൽ കാര്യങ്ങളും കോൺസെപ്റ്റുകളും തിയറീസ് ഒക്കെ കൊണ്ടുവന്നത്. പക്ഷേ അവരുടെ ഇടയിലും എന്താണ് കോൺഫ്ലിക്റ്റ് വരികയാണ്. 1913 അവരുടെ ആ ഒരു ബന്ധം അവസാനിച്ചു. അതിനുശേഷം ജങ് സ്വന്തമായിട്ടൊരു സ്കൂൾ ഓഫ് തോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനാലിറ്റിക്കൽ സൈക്കോളജി. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്തായിരിക്കും? കാൾ ഗുസ്താവ് ജങ്ങിൻ്റെ അനാലിറ്റിക്കൽ സൈക്കോളജി എന്താണെന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പോൾ പേര് കേട്ടാലെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. അനാലിറ്റിക്കൽ സൈക്കോളജി, അനാലിറ്റിക്കൽ അപ്രോച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അയ്യോ, ഞാനിവിടെ എഴുതിയിട്ടില്ലേ? അനാലിറ്റിക്കൽ സൈക്കോളജി, കാൾ ഗുസ്താവ് ജങ്ങിൻ്റെ അനാലിറ്റിക്കൽ സൈക്കോളജി ഇട്ട് അങ്ങനെ ആവട്ടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, അനാലിറ്റിക്കൽ സൈക്കോളജിയുടെ ആളാരാണ്? കാൾ ഗുസ്താവ് ജങ്ങാണ്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ അതിൽ സ്ട്രക്ചർ ഓഫ് സൈക്കി ഉണ്ട്. അതായത് സൈക്കി എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡിൻ്റെ ഘടന, സൈക്കിയുടെ ഘടനയെ പറ്റിയിട്ടാണ് കാൾ ഗുസ്താവ് ജങ് അതിൽ 3 സോണുകളായിട്ടാണ് പറയുന്നത്. 3 സോൺസ് ഉണ്ട്. ദ കോൺഷ്യസ് ഈഗോ, ദ പേഴ്സണൽ അൺകോൺഷ്യസ് ആൻഡ് ദ കളക്റ്റീവ് അൺകോൺഷ്യസ്. കോൺഷ്യസ് ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ അവയർനെസ് ആയിരിക്കുന്ന ആ ഒരു ടൈമിനെയാണ് എന്ത് കോൺഷ്യസ് ഈഗോ എന്ന് പറയുന്നത്. അതായത് തന്നെ ഫ്രൂഡിൻ്റെ തന്നെ നമ്മൾ കോൺഷ്യസ്നെസ് പറയില്ലേ, ആ ഒരു അതേ സംഭവം തന്നെയാണ് ഗുസ്താവ് ജങ്ങിൻ്റെയിലുള്ള ഈ കോൺഷ്യസ് ഈഗോ. നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന അവെയറായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് കോൺഷ്യസ് ഈഗോയിൽ പെടും. അതായത് നമ്മൾ ആരാണ്, നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താ നമ്മുടെ തോട്ട്സും ബിലീഫ്സും ഒക്കെ ഇതിൽ വരും. ഇതാണ് കോൺഷ്യസ് ഈഗോ. ഇനി പേഴ്സണൽ അൺകോൺഷ്യസ് ഉണ്ട്. പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്രസ്ഡ് മെമ്മറീസ് ഒക്കെ എവിടെയാണ് കിടക്കുന്നത്? ഈ പേഴ്സണൽ അൺകോൺഷ്യസിലാണ്. അതായത് ഫ്രൂഡിൻ്റെ പ്രീ കോൺഷ്യസ് കണ്ടോ,
It is similar to that of Freudian pre-conscious, but Jung discussed a few more features and added to it. അപ്പോൾ ഫ്രൂഡിൻ്റെ പ്രീ കോൺഷ്യസ് പോലെ തന്നെയാണ് ഇവിടെ പേഴ്സണൽ അൺകോൺഷ്യസ്. പക്ഷെ എന്താണ്, ജങ് കുറച്ചും കൂടി സാധനങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത റിപ്രസ്ഡ് ആയിട്ടുള്ള മെമ്മറീസ്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഇതൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കുക? നമ്മുടെ പേഴ്സണൽ അൺകോൺഷ്യസിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. കണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫോർഗോട്ടൺ, സപ്രസ്ഡ്, ഇഗ്നോർഡ് ആൻഡ് ലോസ്റ്റ് ദയർ ഇൻറ്റൻസിറ്റി. കണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും? നമ്മൾ പേഴ്സണൽ അൺകോൺഷ്യസിൽ കൊണ്ടുവയ്ക്കും. അതാണ് ജങ്ക് പറയുന്നത്. പിന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. നല്ല ഉള്ളിൽ, നല്ല ആഴത്തിലുള്ള കാര്യങ്ങളെയാണ് ഈ കളക്റ്റീവ് അൺകോൺഷ്യസിൽ പറയുന്നത്. ഇസ് ദ ലെവൽ ദാറ്റ് എക്സിസ്റ്റ് ഡീപ്പർ ദാൻ ദ പേഴ്സണൽ അൺകോൺഷ്യസ്. പേഴ്സണൽ അൺകോൺഷ്യസിനേക്കാൾ ഒരുപാട് ഡീപ്പറായിട്ട് കിടക്കുന്നതാണ് എന്ത്? കളക്റ്റീവ് അൺകോൺഷ്യസ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജങ്കിയൻ സൈക്കോളജി. അപ്പോൾ ജങ്കിയൻ സൈക്കോളജിയിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഷെയർഡ് ബൈ ഓൾ ഹ്യൂമൻ ബീങ്സ്. ഇത് യൂണിവേഴ്സലാണ്, എല്ലാവർക്കും ഒരേപോലെ ഇരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? കളക്റ്റീവ് അൺകോൺഷ്യസ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവായിട്ട് നമുക്ക് എല്ലാവർക്കും പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കൊണ്ടുവയ്ക്കാം? കളക്റ്റീവ് അൺകോൺഷ്യസിൽ കൊണ്ടുവയ്ക്കാം. ഈ കളക്റ്റീവ് അൺകോൺഷ്യസിലാണ് ആര് കിടക്കുന്നത്? ആർക്കിടൈപ്സ് കിടക്കുന്നത്. ആർക്കിടൈപ്സ് കേട്ടോ, ആർക്കിടൈപ്സ് ഓർത്ത് വയ്ക്കുക. കളക്റ്റീവ് അൺകോൺഷ്യസിലുള്ള ഒരു സംഭവമാണ് ആർക്കിടൈപ്സ്. അതായത് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് എന്താ പറയുക, എനിക്ക് മലയാളത്തിൽ പറയുമ്പോൾ ഭയങ്കര സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ട് ആശയങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതിനെയാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ഈ 3 മനസ്സിലായോ? ആദ്യത്തെ 3 നിങ്ങൾക്ക് മനസ്സിലായോ? അതൊന്ന് പറഞ്ഞേ. ആദ്യത്തെ 3 ഒക്കെയാണോ? ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ആർക്കിടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ 3 കാര്യം, സ്ട്രക്ചർ ഓഫ് സൈക്കിയാണ് പറയുന്നത്. അതിൽ തന്നെ 3 കാര്യങ്ങൾ പറഞ്ഞ ഏതൊക്കെയാണ്? കോൺഷ്യസ് ഈഗോ, പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്. ഈ കളക്റ്റീവ് അൺകോൺഷ്യസിലാണ് എന്തുള്ളത്? ആർക്കിടൈപ്സ് ഉള്ളത്. അതായത് പ്രീമോഡിയൽ ഇമേജസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആണ്. പ്രീമോഡിയൽ ഇമേജസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, അതിനെയാണ് നമ്മൾ ആർക്കിടൈപ്സ്, അല്ലെങ്കിൽ ജങ്ക് അതിനെ ആർക്കിടൈപ്സ് എന്ന് വിളിച്ചു. ആർക്കിടൈപ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ കോമ്പോണൻസ് ഓഫ് ദ കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൻ്റെ സ്ട്രക്ചറൽ കോമ്പോണൻ്റ് ആണ് എന്ത്? ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ആർക്കിടൈപ്സ് പറയുമ്പോൾ ദേ ആർ ഓൾസോ കോൾഡ് ദ പ്രീമോഡിയൽ ഇമേജസ് ഓർ ഈവൻ മിത്തോളജിക്കൽ ഇമേജസ്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഡിപ്പോസിറ്റ് ഇൻ ദ മൈൻഡ് ഓഫ് പെർപച്വലി റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ഒക്കേർഡ് ഓവർ ദ ജനറേഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൂര്യൻ രാവിലെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. പാരമ്പര്യമായിട്ട് നമ്മളിത് കേട്ട് പഠിക്കുന്നതും കണ്ടുപഠിക്കുന്നതൊക്കെ എന്താണ്? ഈ ഒരു സാധനമാണ്. അതിനൊക്കെ നമുക്ക് ആർക്കിടൈപ്സ് ആണെന്ന് പറയാം. പിന്നെ അതല്ലെങ്കിൽ വേറൊരു, നമ്മൾ എല്ലാ സിനിമയിലും എന്തുണ്ടായിരിക്കും? ഒരു ഹീറോ ഉണ്ടായിരിക്കും അല്ലേ? ഒരു വില്ലൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹീറോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ? അതൊരു ആർക്കിടൈപ്സ് ആണ്, ഒരാശയമാണ്. അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ട് അത് നമ്മളിങ്ങനെ കൈമാറി വരുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ന്യൂമറസ് ജനറേഷൻ ഹാവ് സീൻ ദ ഇവന്റ് ഓഫ് സൺറൈസിങ് ആൻഡ് ദെൻ സെറ്റിംഗ്. അക്കോർഡിംഗ് ടു ജങ്കിയൻ സൈക്കോളജി, റിപ്പീറ്റേഷൻ ഓഫ് ദിസ് മാഗ്നിഫിഷ്യന്റ് ഇവന്റ് became fixed in the collective unconscious over a period of time as an archetype of sun god. കണ്ടോ? അപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. നമ്മളിവിടെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സൂര്യൻ ദൈവമായിട്ട്, സൺ ഗോഡായിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരം ആ ഒരു ആശയങ്ങളെയാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആർക്കിടൈപ്സ് എന്താണെന്ന് നോക്കിയാണോ? ബാക്കി നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്താണ്? ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഈ ആർക്കിടൈപ്സിൽ തന്നെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് 4 ആർക്കിടൈപ്സ് ആണ്. കുറേ ആർക്കിടൈപ്സ് ജങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ 4 പറഞ്ഞു തന്നിട്ടുള്ളൂ. പേഴ്സോണ, ആനിമ ആൻഡ് ആനിമസ്, പിന്നെ ഷാഡോ, പിന്നെ 4മത്തെന്ന് പറയുന്നത് സെൽഫ്. അങ്ങനെ 4 ആർക്കിടൈപ്സ് ആണ് കേട്ടോ ഇവിടെ തന്നിട്ടുള്ളത്. പേഴ്സോണ എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു മുഖം മൂടി, മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു മാസ്ക്, നമ്മുടെ ആ ഒരു മുഖത്തിനെയാണ് പേഴ്സോണ എന്ന് പറയുന്നത്. കണ്ടോ? ഇറ്റ് ഈസ് ദ മാസ്ക് ദാറ്റ് എൻ ഇൻഡിവിജ്വൽ അഡോപ്റ്റ്സ് ഇൻ റെസ്പോൺസ് ടു ദ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദ സൊസൈറ്റി. ദ ഫ്രണ്ട് വി പ്രസന്റ് ടു അതേഴ്സ് ബിക്കോസ് ദ സൊസൈറ്റി വാണ്ട്സ് us ടു പ്ലേ എ സർട്ടൻ പാർട്ട്. കണ്ടോ? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചിട്ട് നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു മാസ്ക്, നമ്മുടെ മുഖം മൂടി, അതിനെയാണ് പേഴ്സോണ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരിലും ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ആർക്കിടൈപ്സ്. കേട്ടോ? ഓരോരുത്തരിലും എല്ലാവരിലും
യൂണിവേഴ്സലി ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും. പേഴ്സോണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് തോന്നിയിട്ട് നമ്മളൊരു മാസ്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാണ് ജംഗ് പറയുന്നത്. പിന്നെ അടുത്തത് ആനിമ ആൻഡ് ആനിമസ് എന്ന് പറയുന്നുണ്ട്. ആനിമ എന്ന് പറയുന്നത് പുരുഷനിലെ എന്തുണ്ടായിരിക്കും, സ്ത്രീകളുടെ ഒരു ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് ആനിമ എന്ന് പറയുന്നത്. ഇനി ആനിമസ് എന്ന് പറയുന്നത് സ്ത്രീകളിലുള്ളതാണ്. സ്ത്രീകളിൽ പുരുഷന്മാരുടെ സ്വഭാവം അല്ലെങ്കിൽ പുരുഷന്മാരുടേതായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും. അതിനെയാണ് ആനിമസ് എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Man is not entirely masculine in nature. There are feminine elements or intuitions sealed into each man's character. കണ്ടോ, ഓരോ പുരുഷന്മാരുടെ ക്യാരക്ടറിലും അവരുടെ ഒരു ഫെമിനീൻ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആനിമ എന്ന് പറയുന്നത്. ദിസ് മേ ലീഡ് ടു ബിൽഡപ്പ് ഓഫ് ലിബിഡോ ടെൻഷൻ വിത്തിൻ ദ അൺകോൺഷ്യസ്. അപ്പോൾ ഫ്രൂഡിൻ്റെ ആ ഒരു ലിബിഡോ ഞാൻ ഇന്നലെ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലിബിഡോ എന്ന് പറയുന്നത് എന്താ, സെക്ഷൽ എനർജിയാണ്. അപ്പോൾ ഈ ഒരു ആനിമ എലമെന്റ്സ് പുരുഷന്മാരിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലിബിഡോ ടെൻഷൻ അൺകോൺഷ്യസിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ വുമൻസിന് എന്തുണ്ട്, മസ്കുലീൻ ഇമേജ് ഉണ്ടാവും. അതിനെയാണ് ആനിമസ് എന്ന് പറയുന്നത്. ദീസ് ആർക്കിടൈപ്പ് മോട്ടിവേറ്റ് ഈച്ച് സെക്സ് ടു റെസ്പോണ്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മെമ്പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് ആൻഡ് വിതൗട്ട് ദം ഹ്യൂമൻസ് റൺ റിസ്ക് ഓഫ് ബീങ് ഇൻകംപ്ലീറ്റ്. ഇപ്പോൾ ഈ ഒരു ആനിമ അല്ലെങ്കിൽ ആനിമസ് രണ്ടുപേരിലും ഉള്ളിലുള്ളതുകൊണ്ടാണ് എന്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സെക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോണ്ട് ചെയ്യുന്നത്, മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഒരു ഓപ്പോസിറ്റ് സെക്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നാണ് ജംഗ് പറഞ്ഞത്. ഇനി അടുത്തത് ഷാഡോ പറയുന്നുണ്ട്. അതായത് നമ്മൾ റിപ്രസ്ഡ് ആക്കിയിട്ടുള്ള നമ്മുടെ ഇരുണ്ട ഒരു ഭാഗം, നമ്മുടെ കറുത്ത മുഖംമൂടി എന്നൊക്കെ വേണമെങ്കിൽ ഷാഡോനെ പറയാം. പേഴ്സണൽ അൺകോൺഷ്യസ് കണ്ടെയ്ൻസ് സം റിപ്രസ്ഡ് ആൻഡ് അൺഅക്സെപ്റ്റബിൾ മോട്ടീവ്സ് ആൻഡ് ഡിസയേഴ്സ്, ദ ഇൻഫീരിയർ ഓർ ദ അൺഡിസൈറബിൾ ആസ്പെക്ട് ഓഫ് ഒരു പേഴ്സണാലിറ്റി. കണ്ടോ, ഇൻഫീരിയർ ആണ്, കുറച്ച് താഴ്ന്ന സ്വഭാവം, അല്ലെങ്കിൽ നമുക്കൊരു പൊട്ട സ്വഭാവം എന്ന് പറയില്ലേ, അതിനെയാണ് ഇവിടെ ഈ ഷാഡോ എന്ന് പറയുന്നത്. നമ്മുടെ ഇരുണ്ട ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, അൺഡിസൈറബിൾ ആയിട്ടുള്ള ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി, അതിനെയാണ് ഷാഡോ എന്ന് പറയുന്നത്. കണ്ടോ, ഇറ്റ് ഹാസ് ഓൾസോ ബീൻ കോൾഡ് ആസ് ദ ഡാർക്ക് ഹാഫ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഇരുണ്ട ഭാഗം, അതിനെയാണ് ഷാഡോ എന്നതിൽ പറയുന്നത്. ഇനി അടുത്തത് സെൽഫ് ഉണ്ട്. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും, ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും, അതിനെയാണ് സെൽഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വൺ വിച്ച് മോട്ടിവേറ്റ്സ് ദി ഇൻഡിവിജ്വൽ ടുവാർഡ്സ് ഹോൾനെസ് ആൻഡ് ദസ് ഈസ് കൺസിഡേർഡ് ആസ് ദ മിഡ് പോയിന്റ് ഓഫ് പേഴ്സണാലിറ്റി അറൌണ്ട് വിച്ച് ഓൾ ദ അതർ സിസ്റ്റംസ് ആർ അസംബിൾഡ്, പ്രൊവൈഡിങ് ദ പേഴ്സണാലിറ്റി വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ആൻഡ് യൂണിറ്റി. അപ്പോൾ നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റി പറയുന്നത് എന്താ, ഒരു ബാലൻസ് വേണം, ഒരു യൂണിറ്റി വേണം, സ്റ്റെബിലിറ്റി വേണം. അത്തരം ഒരു ക്യാരക്ടറിനെയാണ് ഇതിവിടെ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 എണ്ണമാണ് ആർക്കിടൈപ്സ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? ഇനി ആർക്കിടൈപ്സ് ആൻഡ് സിങ്ക്രോണിസിറ്റി പറയുന്നുണ്ട്. ഇവിടെ സിങ്ക്രോണിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആർക്കിടൈപ്സ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അതാണ് ആർക്കിടൈപ്സ്. ഇനി ഇവിടെ സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത് കാരണമില്ലെങ്കിലും നമ്മളൊരു 2 ഈവൻറ്റിനെ നമ്മൾ ഒരുമിച്ച് മീനിങ് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാളെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആൾ ഫോം വിളിക്കും. അപ്പോൾ എന്താണ്, അവിടെ സിങ്ക്രോണിസിറ്റിയാണ്. പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, ആൾക്ക് തോന്നിയപ്പോൾ വിളിച്ചു. പക്ഷെ നമ്മളെന്താ വിചാരിച്ചാൽ, ഞാൻ ചിന്തിക്കുമ്പോഴേക്കും ആൾ ഫോം വിളിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ആക്സിഡൻറ്റ് പറ്റുന്നതൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പിറ്റേ ദിവസം ചിലപ്പോൾ ആൾ മരിച്ചിട്ടുണ്ടാവും. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കാം. പക്ഷെ നമ്മളെന്ത് വിചാരിക്കും, ഞാനങ്ങനെ സ്വപ്നം കണ്ട കാരണം അയാൾക്ക് എന്തോ സംഭവിച്ചു. ഇതിനെയാണ് ഈ ആർക്കിടൈപ്സ് ആൻഡ് സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത്. ദീസ് ഈവൻറ്റ്സ് ആർ കോൾഡ് ആസ് ദ മീനിങ് കോയിൻസിഡൻസസ് ആൻഡ് പ്രിൻസിപ്പിൾ വാസ് റെഫേർഡ് ആസ് സിങ്ക്രോണിസിറ്റി. അവിടെ ഒരു മീനിങ് ഒന്നും ഉണ്ടായിരിക്കില്ല, ത്രൂ മീനിങ് റാദർ ദാൻ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ്, ദീസ് ഈവൻറ്റ്സ് ആർ കോൾഡ് ആസ് ദ മീനിങ് കോയിൻസിഡൻസ്. അപ്പോൾ അത് കോയിൻസിഡൻസ് ആണ്, യാദൃശ്ചികമായി വന്നിട്ടുള്ളതാണ്. അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ അത്, സിങ്ക്രോണിസിറ്റി? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ ടൈപ്സിൽ തന്നെയാണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിന് 2 ആറ്റിറ്റ്യൂഡ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും, എക്സ്ട്രാവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ. എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ
The attitude extraversion orient the individuals towards the external objective world, whereas the introverted attitude oriented individual towards the inner and subjective world. അതായത് എക്സ്ട്രാവേർഷൻ നമ്മൾ പൊതുവെ എന്തെന്നാ പറയാം, ആൾ ഭയങ്കര ഓപ്പൺ ആയിരിക്കും അല്ലേ. അതേ സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ ഫുള്ള് പുറത്തേക്കായിരിക്കും ആക്ടിവിറ്റി, അവർക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പെർഫോമൻസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സ്റ്റേജ് പെർഫോമൻസ് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു ഏരിയ നോക്കിയിട്ട് ആൾ വർക്ക് എടുക്കും. ഇതൊക്കെയാണ് എക്സ്ട്രാവേർഷനിൽ പറയുന്നത്. ഇനി ഇൻട്രോവേർഷൻ എന്താ, നേരെ ഓപ്പോസിറ്റ് ആണ്. അധികം ആൾക്കാരില്ലാത്തൊരു ഡ്യൂട്ടി തിരഞ്ഞെടുക്കും, സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ഓക്കെ ആവില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഈവൻ്റ് ഉണ്ടെങ്കിൽ ആൾക്ക് എന്ത് തോന്നും, ഇത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് തനിയെ ഇരിക്കണം, എന്നാലും എനിക്ക് സുഖമാവുള്ളൂ, ഇങ്ങനെയുള്ള തോന്നലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, എക്സ്ട്രാവേർഷൻ ആൻഡ് പിന്നെ ഇൻട്രോവേർഷൻ. ഇനി ഫങ്ഷൻസ് പറയുന്നുണ്ട്. ബോത്ത് ആറ്റിറ്റ്യൂഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദി ഇൻഡിവിജ്വൽ, ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി എനി വൺ ദാറ്റ് ഡൊമിനേറ്റ്സ് ആൻഡ് ഈസ് കോൺഷ്യസ് വൈൽ ദ അതർ ഈസ് അൺകോൺഷ്യസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ ഒരാൾക്ക് എന്തായിരിക്കും, ചിലപ്പോൾ എക്സ്ട്രാവേർട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും, ചിലരെങ്ങനെ ആയിരിക്കും, ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഈ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കോൺഷ്യസും ഡൊമിനേറ്റ് അല്ലാതെ ഉള്ളിൽ നിൽക്കുന്ന സംഭവം അൺകോൺഷ്യസിലും ആയിരിക്കും. ദാറ്റ്സ് ദ 4 ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ഫങ്ഷൻസ്. ഇനി 4 ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫങ്ഷൻസ് പറയുന്നുണ്ട്. തിങ്കിങ്, ഫീലിംഗ്, സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടിങ്. 4 എണ്ണമാണ് പറയുന്നത്. അതിൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ തോട്ടുകളാണ്. നമ്മുടെ ഇവിടെ ഇൻ്റലക്ച്വൽ ഐഡിയേഷണൽ ഫങ്ഷൻ ഹെൽപ്സ് ഇൻ കോംപ്രിഹെൻഡിങ് നേച്ചർ ഓഫ് ദ വേൾഡ് ആൻഡ് സെൽഫ്. നമുക്ക് കാര്യങ്ങളൊക്കെ റിയാലിറ്റീനെ തിരിച്ചറിഞ്ഞ് നമുക്കതിനെ ചിന്തിക്കാനായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ഇനി ഫീലിംഗ് ഇവാലുവേഷൻ ഫങ്ഷനാണ്. ഒരു മൂല്യനിർണ്ണയം എന്നൊക്കെ പറയില്ലേ, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, നേരത്തെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ വേദനയുള്ള കാര്യങ്ങൾ, ദേഷ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സെൻസിങ് ആൻഡ് പെർസെപ്ഷൻ റിയാലിറ്റി ഫങ്ഷൻ. നമുക്ക് നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, റിയൽ വേൾഡിനെ നമ്മൾ തിരിച്ചറിയും. ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കോൺക്രീറ്റ് ഫാക്ട്സ് ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേൾഡ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കും. ഇനി അടുത്തത് ഇൻറ്റ്യൂട്ടിങ് പറയുന്നുണ്ട്. ഇറ്റ് ഗോഡ്സ് ബയോണ്ട് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഫാക്ട്സ് ആൻഡ് ഇസ് ദ പെർസെപ്ഷൻ ബൈ ദ വേ ഓഫ് അൺകോൺഷ്യസ് പ്രോസസ് സബ്ലിമിനൽ കണ്ടന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവത്തിനെയാണ് ഇവിടെ ഇൻറ്റ്യൂട്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ തോട്ട്സിനും ഫീലിങ്സിനും ഫാക്ട്സിനും ഒക്കെ അപ്പുറത്തോട്ട് പോയി പെർസെപ്ഷൻ ബൈ വേ ഓഫ് അൺകോൺഷ്യസ് പ്രോസസ് ഓർ സബ്ലിമിനൽ കണ്ടന്റ്. നമുക്ക് പെർസെപ്ഷനിലല്ലാതെ നമുക്കൊരു 6th സെൻസ് എന്നൊക്കെ നിങ്ങൾ സിനിമയിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പെട്ടെന്ന് ക്ലിക്ക് ആവുക, ചില കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാണാതെ തന്നെ അവർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ പ്രവചിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് എന്ത്, 6th സെൻസ്. ഇവിടെ ഇൻറ്റ്യൂട്ടിങ്, അതൊരു സൈക്കോളജിക്കൽ ഫങ്ഷനായിട്ട് ജംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ഫങ്ഷൻസ് ആണ്: തിങ്കിങ്, ഫീലിംഗ്, സെൻസിങ്, ഇൻറ്റ്യൂട്ടിങ്. മനസ്സിലായോ? ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലൻസ് ആൻഡ് എൻട്രോപ്പി. അതായത് നമ്മളിവിടെ ഒരു സൈക്കിക് എനർജീനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ സൈക്കിക് എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇവിടെ ഈ ഒരു സൈക്കോ ഡൈനാമിക് വ്യൂവിലാണ് എന്ത് ജംഗ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്, ഇക്വാലൻസ് ആൻഡ് എൻട്രോപ്പി. ഇപ്പോൾ സൈക്കോ ഡൈനാമിക്, അപ്പോൾ ആലോചിക്കുക, ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അവിടെ എനർജി വേണം. അപ്പോൾ ഒരു നമ്മുടെ സൈക്കിക് എനർജീനെ പറ്റിയിട്ടാണ് എന്ത് ഇവിടെ ഈ ഒരു തിയറി കൊടുത്തിട്ടുള്ളത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസ് ആസ് അപ്ലൈഡ് ടു സൈക്കിക് ഫംഗ്ഷൻ സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ പർട്ടിക്കുലർ വാല്യൂ weakens or deteriorates, the sum of energy represented by the value will not be completely lost from the psyche of the individual, but will resurface in some other new value. Thus energy may be transformed but not lost. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല, സൈക്കിക് എനർജി ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. പക്ഷെ എന്തുണ്ട്, വേറൊരു മേഖലയിൽ അല്ലെങ്കിൽ വേറൊരു ഏരിയയിൽ അത് അവിടെ കൂടുതലായിട്ട് കാണും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ എന്തെങ്കിലും നമ്മളിപ്പോൾ എന്താണ് പഠിക്കുന്നുണ്ട്, നമ്മുടെ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ എനർജി യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്,
എനർജി അവിടെ ശരിക്കും നഷ്ടമാവുന്നില്ല. നമ്മൾ പഠിച്ചതിൻ്റെ ഗുണം എവിടെ കാണും? നമ്മുടെ ആൻസർ ഷീറ്റിൽ കാണും. നമുക്കതിൻ്റെ സ്കോർ കിട്ടും. ഇതാണ് ഇക്വാലൻസ് തിയറിയിലൂടെ പറഞ്ഞത്. നമ്മളവിടെ ഒരു സം ഓഫ് എനർജി അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വിൽ നോട്ട് ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല, ഫുള്ളായിട്ട് നഷ്ടപ്പെടുന്നില്ല. ബട്ട് വിൽ റീസർഫേസ് ഇൻ സം അതർ ന്യൂ വാല്യൂ. ഒരു ന്യൂ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് റീസർഫേസ് ചെയ്ത് വരുന്നുണ്ട്. ദസ് എനർജി മേ ബി ട്രാൻസ്ഫോംഡ് ബട്ട് നോട്ട് ലോസ്റ്റ്. അപ്പോൾ ആ എനർജി എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫോം ചെയ്യാണ്, വേറൊരു രൂപത്തിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്, അത് നഷ്ടപ്പെടുകയല്ല. ഇക്വാലൻസ് തിയറി, ഇക്വാലൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണോ? അത് മനസ്സിലായി എന്താണെന്ന്? ഓക്കെ. ഇനി എൻട്രോപ്പി പറഞ്ഞിട്ടുണ്ട്. എൻട്രോപ്പി, the principle of entropy as adapted by Young states that there is a tendency among the various systems of psyche towards seeking an equilibrium or a balance. Thus, if there are two values of an unequal strength, energy will pass from the stronger to the weaker value until an equilibrium is reached. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു എനർജി, മറ്റേലെന്താണ്? ഒരു ഭാഗത്ത് നിന്ന് ഫുള്ളായിട്ട് പോവുകയാണ്. ഫുള്ളായിട്ട് ഈ ഭാഗത്തു നിന്ന് പോയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഫുള്ളായിട്ട് കാണിക്കും. നമ്മളിപ്പോൾ ഇന്നൊരു രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചു, നമ്മുടെ എനർജി ഒക്കെ അവിടെ നിന്ന് പോയി, പക്ഷെ നഷ്ടമാവുന്നില്ല. വേറൊരു തരത്തിൽ എന്ത് ചെയ്തു? അത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റി. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിക്കുകയാണ്. അതായത് ഒരു കൂടുതൽ എനർജി, ഇപ്പോൾ ഇന്ന് പഠിക്കുന്ന കൂടുതൽ എനർജി അവിടെ ഇങ്ങനെ ഒഴുകി 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 ഈ ഭാഗത്തേക്ക് എത്തിയിട്ട് ഒരേ സ്റ്റേറ്റിലെത്തിക്കും. അതായത് രണ്ടും തുല്യാക്കിയിട്ട് നിർത്തും, ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകും. ഇതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് എൻട്രോപ്പി എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ലോസ്റ്റ് ആവുന്നില്ല, പക്ഷെ എന്താണ്? കൂടുതൽ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈക്കി എനർജീനെ എന്ത് ചെയ്യാണ്? ഒരു ഫ്ലോ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ഫ്ലോ, അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായോ അത്? ഇപ്പം രണ്ടും രണ്ട് തരമാണ് കേട്ടോ. ഒന്നെന്താണ്? ഒരു ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് പോയിട്ട് മറ്റൊരു ഭാഗത്ത് കാണുക. ഇനി എൻട്രോപ്പി എന്ന് പറയുമ്പോൾ എന്താ? എൻട്രോപ്പി എന്ന് പറയുമ്പോൾ അവിടെ ഇക്വിലിബ്രിയമാണ്. കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകി രണ്ടും ഒരേ ലെവലാക്കി നിർത്തുക, അതാണ് എൻട്രോപ്പി. മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? പറയട്ടെ. ഇനി അടുത്തത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഈ ഒരു നമ്മുടെ സെൽഫിനെ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു തിയറിയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ പറഞ്ഞത്. ടു ഇമ്പോർട്ടൻറ്റ് ടേംസ് ഡിസ്കസ്ഡ് ബൈ ജങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്: ഇൻഡിവിജ്വേഷൻ ആൻഡ് ട്രാൻസെൻഡൻറ്റ് ഫംഗ്ഷൻ. ഇൻഡിവിജ്വേഷനും അതേപോലെ തന്നെ ട്രാൻസെൻഡൻറ്റ് ഫംഗ്ഷനും. He divided the stages of personality development into 4 basic stages: childhood, youth, middle age and old age. അപ്പോൾ പേഴ്സണാലിറ്റിയിൽ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ 4 സ്റ്റേജസ് ആയിട്ട് പറഞ്ഞ ഏതൊക്കെയാണ്? ചൈൽഡ്ഹുഡ്, യൂത്ത്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്. Individuation in its very basic sense refers to the process of becoming a whole person or an individual. ഇനി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ബിക്കമിങ് എ ഹോൾ പേഴ്സൺ, വലിയൊരാളായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാറുക. അതിൻ്റെ ഒരു ബേസിക് സെൻസിനെയാണ് ഇൻഡിവിജ്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി ട്രാൻസെൻഡൻറ്റ് ഫംഗ്ഷൻ റെഫേഴ്സ് ടു ഗോയിങ് ബയോണ്ട് ദ ഓർഡിനറി ഡെവലപ്മെൻറ്റ് ആൻഡ് ബ്രിങ്ങിങ് ടുഗദർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ഹാർമോണി, ദസ് ഇൻ്റഗ്രേറ്റിംഗ് ഈവൻ ദ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മെറ്റീരിയൽ. ട്രാൻസെൻഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ബയോണ്ട് ദ ഓർഡിനറി ഡെവലപ്മെൻറ്റ്, സാധാരണ ഡെവലപ്മെൻ്റ് അല്ല നടക്കുന്നത്. പേഴ്സണാലിറ്റിയുടെ എല്ലാ തരം ആസ്പെക്ട്സും കൂട്ടിച്ചേർത്തിട്ട് ഒരു ട്രാൻസെൻഡൻറ്റ് ഫംഗ്ഷൻ, അവിടെ നമ്മുടെ കോൺഷ്യസും അൺകോൺഷ്യസും എല്ലാ മെറ്റീരിയലും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആയിരിക്കും. നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലൊക്കെ പൊട്ടൻഷ്യൽ എത്തുക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമില്ലേ, അതിനെയാണ് ഇവിടെ ട്രാൻസെൻഡൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 2 തരത്തിലാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പറഞ്ഞത്: ഇൻഡിവിജ്വേഷൻ ആൻഡ് ട്രാൻസെൻഡൻറ്റ് ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ പിന്നെ നോക്കാനുള്ളത്, ഇപ്പോൾ ജങ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് ഇതിൽ എറിക് ഫ്രം നോക്കാനുണ്ട്. ഓരോ തിയറീസും നമ്മൾ വരുന്നതിൽ പിന്നെ നോക്കാനുള്ളത് എറിക് ഫ്രം ആണ്. എറിക് ഫ്രം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രം കമ്പൈൻഡ് ഫ്രൂഡിയൻ വ്യൂ, സോഷ്യൽ തിയറീസ് ആൻഡ് ഫിലോസഫി ഓഫ് കാൾ മാർക്സ്. അപ്പം എറിക് ഫ്രം കമ്പൈൻ ചെയ്തത് ഫ്രൂഡിയൻ്റെ തിയറീസ് ഉണ്ട്, സോഷ്യൽ തിയറി, പിന്നെ അതേപോലെ തന്നെ കാൾ മാർക്സിൻ്റെ ഫിലോസഫി. ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് എറിക് ഫ്രം തിയറീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് നിയോ ഫ്രൂഡിയൻസ് ആണ് കേട്ടോ. ഇപ്പം നിയോ ഫ്രൂഡിയൻസിൽ പെട്ട ഒരാളാണ് ആര്? എറിക് ഫ്രം.
അപ്പം അതിൽ ആദ്യത്തെയാണ് എസ്കേപ്പ് ഫ്രം ഫ്രീഡം. എസ്കേപ്പ് ഫ്രം ഫ്രീഡം. From's first book, Escape from Freedom, was published in 1941, and its essential theme was that in modern society, although man has gained independence and freedom, but he is also lonely and helpless. അപ്പോൾ 1941 ഫ്രമിൻ്റെ ബുക്കായിരുന്നു എന്ത്, എസ്കേപ്പ് ഫ്രം ഫ്രീഡം എന്നുള്ളത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇപ്പോഴും ഒറ്റപ്പെടലും ഭയന്ന് പലപ്പോഴും ആൾക്കാർ നടക്കുന്നുണ്ട്. ഹീ ഈസ് ലോൺലി ആൻഡ് ഹെൽപ്ലെസ്. നിസ്സഹായാവസ്ഥയുണ്ട്, ഒറ്റപ്പെടലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഫ്രീഡം കിട്ടിയിട്ടും ഇതേപോലെ തന്നെ നടക്കുകയാണ്. അപ്പോൾ പലർക്കും എന്തുണ്ട്, അതിൻ്റെ പേരിലുള്ള ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊറ്റപ്പെട്ട് പോകുന്നുണ്ട്. ഇതാണ് ഫ്രം ആ ഒരു ബുക്കിൽ എഴുതി ചേർത്തത്. ദിസ് ഈസ് ബിക്കോസ് ഹീ ഈസ് സെപ്പറേറ്റഡ് ഫ്രം നേച്ചർ ആൻഡ് അതർ പീപ്പിൾ. ദ ഹെൽത്തി വേ ഓഫ് ഡീലിംഗ് വിത്ത് ദിസ് ബൈ കണക്റ്റിംഗ് വിത്ത് അതർ പീപ്പിൾ. അപ്പോൾ എന്താണ്, മറ്റുള്ളവരിൽ നിന്നും നേച്ചറിൽ നിന്നും അവരെന്താണ് സെപ്പറേറ്റഡ് ആയി പോവുകയാണ്, അവരൊറ്റപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലം ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞത് കണക്റ്റിംഗ് വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക. അതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു എസ്കേപ്പ് ഫ്രം ഫ്രീഡം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി ചേർത്തത്. അപ്പം അതിലെ ബേസിക് നീഡ്സ് പറയുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബേസിക് നീഡ്സ്. A person has both the animal and the human aspect. The animal aspect consists of psychological needs which must be satisfied. നമുക്ക് എന്തുണ്ട്, ഓരോരുത്തർക്കും ഒരു ആനിമൽ ഹ്യൂമൻ ആസ്പെക്റ്റ് ഉണ്ട്. അപ്പം ഇതിൽ എന്തുണ്ട്, സൈക്കോളജിക്കൽ നീഡ്സുകളുണ്ട്. 6 ടൈപ്പ് നീഡ്സ് ആണ് കേട്ടോ പറയുന്നത്. നീഡ് ഫോർ 5 ടൈപ്പ്. നീഡ് ഫോർ റിലേറ്റഡ്നെസ്, നീഡ് ഫോർ ട്രാൻസെൻഡൻസ്, നീഡ് ഫോർ റൂട്ടഡ്നെസ്, നീഡ് ഫോർ ഐഡൻറ്റിറ്റി, നീഡ് ഫോർ ഓറിയൻറ്റേഷൻ. 5 ഓരോന്നും പറഞ്ഞുതരാം. റിലേറ്റഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആവശ്യം ഉണ്ടായിരിക്കും. അതായത് ഒറ്റപ്പെടലാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു തോന്നലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യും, ഫ്രണ്ട്സുകൾ വേണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കൊരു പാർട്ട്ണർ വേണം, അങ്ങനെ ഒരു തോന്നൽ വരും. അതാണ് നീഡ് ഫോർ റിലേറ്റഡ്നെസ്. ഇനി നീഡ് ഫോർ ട്രാൻസെൻഡൻസ് ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ചിലർക്ക് ഭയങ്കര ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ആരെങ്കിലുമൊക്കെ മരിച്ചു, നഷ്ടപ്പെട്ടിട്ട് ഒരു വേദന ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റിയിലോട്ട് ഇറങ്ങും. ചിലർ ഗാർഡനിങ് നടത്തുന്നവരുണ്ടായിരിക്കും, ചിലർ പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരെന്താ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് മാറും. അതിനെയാണ് നീഡ് ഫോർ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. ഇനി റൂട്ടഡ്നെസ്, നീഡ് ഫോർ റൂട്ടഡ്നെസ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഭാഷ, അതായത് നമ്മുടെ റിയൽ വേൾഡ് എന്താണോ അതിനെ പറ്റിയിട്ട്, അതാണ് നീഡ് ഫോർ റൂട്ടഡ്നെസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അമേരിക്കയിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ ചിന്തകൾ, നാട്ടിലത്തെ ഭാഷ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പഴയ ഫെസ്റ്റിവൽസ്, എല്ലാവരും കൂടി ഒരുമിക്കുന്ന ആ ഒരു നേരങ്ങൾ, ഇതൊക്കെ മനസ്സിലുണ്ടായിരിക്കും. ഇതാണ് നീഡ് ഫോർ റൂട്ടഡ്നെസ്. മാനസികമായിട്ട് അതിനോടൊരു ഫീൽ ഉണ്ടായിരിക്കും. അതിനെയാണ് കേട്ടോ ഈ നീഡ് ഫോർ റൂട്ടഡ്നെസ് എന്ന് പറയുന്നത്. ഇനി നീഡ് ഫോർ ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് നമ്മൾ ആരാണെന്നുള്ള ഒരു സ്വയം തിരിച്ചറിവ്, നീഡ് ഫോർ ഐഡൻറ്റിറ്റി. നീഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ബി യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ തിരിച്ചറിയുക, അതാണ് നീഡ് ഫോർ ഐഡൻറ്റിറ്റി. ഈ നീഡ് ഫോർ ഓറിയൻറ്റേഷൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസങ്ങൾ, അല്ല എന്താണ് നമ്മുടെ ഒരു സിസ്റ്റം. ഇറ്റ് ഈസ് എ നീഡ് ടു ഹാവ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ദാറ്റ് ക്യാൻ provide an individual with a stable and a consistent way of comprehending self and others. നമ്മൾ സ്റ്റേബിൾ ആയിട്ട് പോവുക, നമ്മുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും മാത്രമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിനെയാണ് നീഡ് ഫോർ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മീനിങ് കൊണ്ടുവരാം. നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ ഒരു സ്റ്റെബിലിറ്റിയിൽ മുന്നോട്ട് പോകുന്നതിന്, ആ ഒരു തോട്ടിനെയാണ് നീഡ് ഫോർ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബേസിക് നീഡ്സ് എറിക് ഫ്രം പറഞ്ഞത് 5 എണ്ണമാണ്. 5 എണ്ണം മനസ്സിലായോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ അങ്ങനെ നിർത്താതെ പറഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ഇനി പേഴ്സണാലിറ്റി ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണാലിറ്റി ടൈപ്പിലെ എത്ര എണ്ണം? 5 എണ്ണം തന്നെയാണ്. 5 എണ്ണം തന്നെയാണ്. പേഴ്സണാലിറ്റി ഇസ് ദ സം ഓഫ് ഇൻഹെറിറ്റഡ് ആസ് വെൽ ആസ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ പേഴ്സണാലിറ്റി പറഞ്ഞത് ഇൻഹെറിറ്റഡ് ആണ്,
അതേപോലെ തന്നെ അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് പേഴ്സണാലിറ്റി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സ്, കുറച്ച് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. റിസെപ്റ്റീവ് ക്യാരക്ടർ, ദി ഹോർഡിംഗ് ക്യാരക്ടർ, എക്സ്പ്ലോയിറ്റേറ്റീവ് ക്യാരക്ടർ, മാർക്കറ്റിംഗ് ക്യാരക്ടർ, ദി പ്രോഡക്റ്റീവ് ക്യാരക്ടർ. അങ്ങനെ 5 ക്യാരക്ടറാണ് നമുക്ക് പേഴ്സണാലിറ്റിയിൽ എറിക് ഫ്രം പറഞ്ഞത്. ആദ്യത്തെയാണ് റിസെപ്റ്റീവ് ക്യാരക്ടർ. അതായത് കുറച്ച് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണെന്ത് റിസെപ്റ്റീവ് ക്യാരക്ടേഴ്സ്. അവർ തന്നാൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. അതാണ്, അവർ എടുത്ത് തന്നല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല. അങ്ങനത്തെ ക്യാരക്ടറാണെന്ത് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ദേ ആർ റിസീവേഴ്സ് ആൻഡ് ഓൾവേസ് അക്സെപ്റ്റ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. കണ്ടോ, മറ്റുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടി നിൽക്കുന്നവരാണെന്ത് റിസെപ്റ്റീവ് ക്യാരക്ടർ. അവരെടുത്ത് തന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല. റിസെപ്റ്റീവ് ക്യാരക്ടറാണ്. ഇനി അടുത്തത് ഹോർഡിംഗ് ക്യാരക്ടർ ഉണ്ട്. ഹോർഡിംഗ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഷെയറിങ് ഒന്നുമില്ല. ഒക്കെ എന്താണ് സ്വന്തമായിട്ടുള്ള കാര്യം. ഔട്ട്സൈഡ് വേൾഡ് ഈസ് പെർസീവ്ഡ് ആസ് എ ത്രെറ്റ് ബൈ ദം. പുറം ലോകം എന്ന് പറയുന്നത് ഒരു പേടിയാണ്. അവരായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, മറ്റുള്ളവരായിട്ടൊന്നും സംസാരിക്കുന്നില്ല, അവർക്കൊന്നും കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് എന്ത് ഹോർഡിംഗ് ക്യാരക്ടർ. ഇനി എക്സ്പ്ലോയിറ്റേറ്റീവ് ക്യാരക്ടർ ഉണ്ട്. അതായത് അക്വയറിങ് തിങ്സ് ബൈ ഫോഴ്സ് ആൻഡ് ബീയിങ് ക്രാഫ്റ്റി. മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചു പറിച്ചു വാങ്ങുക എന്ന് പറയില്ലേ, അതിനെയാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളിങ്ങനെ നമ്മളിലോട്ട് അടുപ്പിക്കുക, ഏത് നേരം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുക, അവരെ ഉപയോഗിക്കുക, എന്നിട്ട് അവരെ ഒഴിവാക്കുക. അതൊക്കെ എക്സ്പ്ലോയിറ്റേറ്റീവ് ക്യാരക്ടറാണ്. ഇനി അടുത്തത് മാർക്കറ്റിംഗ് ക്യാരക്ടർ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല, നമ്മുടെ സെൽഫ് എന്താണെന്നൊന്നും ഉണ്ടായിരിക്കില്ല. കൺസിഡറിങ് ദംസെൽഫ് ആസ് കമ്മോഡിറ്റി, ദെയർ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ ദേ ക്യാൻ സെൽ ദംസെൽസ്. അതായത് മാർക്കറ്റിംഗ് ക്യാരക്ടറാണ്. ഇവിടെ സെൽഫ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അത് ഒരു വിറ്റ് കാശ് ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, സ്വന്തം ക്യാരക്ടർ തന്നെ കാശ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ മിസ്യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവമാണ് മാർക്കറ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയും ബിഹേവിയറും ഒപ്പീനിയൻസും ഒക്കെ മാറ്റാം. അതിനെ നമുക്ക് മാർക്കറ്റിംഗ് ക്യാരക്ടറാണെന്ന് പറയാം. ഇനി അടുത്തത് പ്രോഡക്റ്റീവ് ക്യാരക്ടർ ഉണ്ട്. പ്രോഡക്റ്റീവ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഫ്രീഡം ശരിക്കും യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ പ്രോഡക്റ്റീവ് ക്യാരക്ടർ ഉള്ള ആൾക്കാർ. ദ ഹെൽത്തിയസ്റ്റ് ടൈപ്പ് ഓഫ് എലോട്ട്, ഗൈഡഡ് ബൈ ലവ്, കെയർ, ക്രിയേറ്റിവിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് അതേഴ്സ്. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. ലവ്, കെയർ, ക്രിയേറ്റിവിറ്റി, റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ ഉണ്ടായിരിക്കും. ഭയങ്കര ഹെൽത്തിയസ്റ്റ് പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റീവ് ക്യാരക്ടറാണ്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ ടൈം കുറവാണ്. തീരെ പഠിക്കാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു പോകുക. കാരണം നമുക്ക് ഫുള്ള് ഈ ഒരു ടെക്സ്റ്റ് മൊത്തം അരച്ച് കലക്കി കുടിക്കാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മളത് ചെയ്താലും നമ്മുടെ മൈൻഡിൽ ഇതൊന്നും നിൽക്കില്ല. അപ്പം അങ്ങനെയുള്ളവർ ജയിക്കാനായിട്ട് നമുക്ക് ഇതൊക്കെ നോക്കിയിട്ടൊന്ന് പോകാമെന്ന് മാത്രം കേട്ടോ. അപ്പം നമ്മൾ 109 എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല. എന്നാലും നമുക്ക് മാർക്ക് കിട്ടും. 5 എണ്ണം നമ്മൾ എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് എഴുതാനായിട്ട് കിട്ടും. ഇത്രയാണ് എൻ്റെ അഭിപ്രായം. ഇനി ഒറിജിൻസ് ഓഫ് ബിഹേവിയറിസം ആണ്. ബിഹേവിയറിസം. അപ്പം അതിൽ ഈ ഒരു ഇവല്യൂഷൻ ചോദിക്കുന്നുണ്ട്. ബിഹേവിയറിസിൻ്റെ ഇവല്യൂഷൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? ഒറിജിൻസ് ഓഫ് ബിഹേവിയറിസം എഴുതണം. ഓക്കെ. അപ്പോൾ ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഫിലോസഫിയിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം സൈക്കോളജി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഫസ്റ്റ് ഫിലോസഫി ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? പ്രീ സോക്രട്ടിക് ഫിലോസഫേഴ്സ് ഉണ്ട്, അയോണിയം ഫിസിസിസ്റ്റ്, ഹിപ്പോക്രേറ്റ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹ്യൂമൻ ആക്ടിവിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് മെക്കാനിക്കൽ റിയാക്ഷൻസ് വിച്ച് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ബയോളജിക്കൽ ഓർ ഫിസിക്കൽ കോസസ്. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ റിയാക്ഷൻ എന്ന രീതിയിലാണ് അന്നത്തെ ഫിലോസഫേഴ്സ് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഫ്രഞ്ച് സെൻസേഷണലിസം വന്നു. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഷനിലൂടെയാണ് നമുക്ക്
നമ്മുടെ നോളജും ബിഹേവിയറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായിരുന്നു ഫ്രഞ്ച് സെൻസേഷണലിസം. ആൻ ഇമ്പോർട്ടൻറ്റ് ആൻറ്റിസിഡൻറ്റ് ഓഫ് 20th century behaviorism was the French sensationalist tradition. French philosopher Auguste Comte suggested knowledge seems to be valid only when it is a social in nature and when it can be observed objectively. കണ്ടോ, നമ്മൾ ഒബ്ജക്റ്റീവ്ലി അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോളജ് കിട്ടും. അത് സോഷ്യൽ ഇൻ നേച്ചർ ആണ്. സിൻസ് ഇൻട്രോസ്പെക്ഷൻ ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ സബ്ജക്റ്റീവ് കോൺഷ്യസ്നസ് ആൻഡ് ഈസ് നോട്ട് ഒബ്ജക്റ്റീവ്ലി ഒബ്സർവബിൾ, ഇറ്റ് വാസ് റിവോക്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഇൻട്രോസ്പെക്ഷനെ റിജക്റ്റ് ചെയ്തു. കാരണം ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കോൺഷ്യസ്നെസ് ആണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് ഇൻട്രോസ്പെക്ഷൻ. ഒബ്ജക്റ്റീവ് ഒബ്സർവബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അതിനെ റിവോക്ക് ചെയ്തു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഫ്രഞ്ച് സെൻസേഷണലിസത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒബ്ജക്റ്റീവായിട്ട് ഒബ്സർവ് ചെയ്യുന്നതൊക്കെയാണ് അവരെ അക്വയർ ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇൻട്രോസ്പെക്ഷൻ വേണ്ടാന്ന് വെച്ചത്. ഇൻട്രോസ്പെക്ഷൻ നമുക്കറിയാം സബ്ജക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആണ് നമ്മൾ ഇൻട്രോസ്പെക്ഷനിലൂടെ പറയുന്നത്. ഇനി ബ്രിട്ടീഷ് എംപിരിസിസം ഉണ്ട്. നമ്മളിങ്ങനെ ഹിസ്റ്ററിയാണ് കേട്ടോ പറയുന്നത്. അതായത് ബിഹേവിയറിസം വന്ന വഴികളാണ്. അപ്പോൾ ആദ്യം ഫിലോസഫേഴ്സ് ആയിരുന്നു, പിന്നെ അതിനുശേഷം ഫ്രഞ്ച് സെൻസേഷണലിസ്റ്റുകൾ വന്നു, പിന്നെ ബ്രിട്ടീഷ് എംപിരിസിസ്റ്റുകൾ വന്നു. അങ്ങനെ ഓരോ വഴികളാണ് പറഞ്ഞു വരുന്നത്, വന്ന വഴികളാണ് പറയുന്നത്. ബിഹേവിയറിസം ഗോട്ട് ഇറ്റ്സ് ക്ലിയറസ്റ്റ് ഇന്റലക്ച്വൽ സബ്ട്രാക്റ്റം ഫ്രം ദ ബ്രിട്ടീഷ് എംപിരിസിസം. ദ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയറിസം ആർ ഓൾസോ ഡിറൈവ്ഡ് ഫ്രം എംപിരിസിസം ആൻഡ് അസോസിയേഷനിസം, ദ ടു ഡോമിനന്റ് തീംസ് ഓഫ് ബ്രിട്ടീഷ് ഫിലോസഫേഴ്സ്. അപ്പം വന്നതാണ് മെയിൻ. ബിഹേവിയറിസം ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്? എംപിരിസിസവും അസോസിയേഷനിസവും. അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഫിലോസഫേഴ്സ് കൊണ്ടുവന്ന രണ്ട് തീംസുകളാണ് ഈ എംപിരിസിസവും അസോസിയേഷനിസവും. അവിടെ നിന്നാണ് ബിഹേവിയറിസം തുടങ്ങുന്നത്. പിന്നെ അടുത്തത് ആനിമൽ സൈക്കോളജി പറയുന്നുണ്ട്. അതായത് ആനിമൽ സൈക്കോളജിയും ബിഹേവിയറിസവും തമ്മിലുള്ള ഒരു റിലേഷൻ അത് വാട്സൺ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വെൻ ഹി സെഡ് ദാറ്റ് ബിഹേവിയറിസം ഈസ് എ ഡയറക്റ്റ് ഔട്ട് ഗ്രോത്ത് ഓഫ് സ്റ്റഡീസ് ഇൻ ആനിമൽ ബിഹേവിയർ ഡ്യൂറിങ് ദ ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് 20th century. അപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലൊക്കെ ഈ ഒരു ആനിമൽ ബിഹേവിയർ സ്റ്റഡീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബിഹേവിയറിസത്തെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ട്. Conway Lloyd Morgan, one of the pioneers of animal psychology, gave the law of parsimony and relied heavily on experimental instead of anecdotal techniques, which led the field of animal psychology towards more objectivity. അപ്പം അന്നത്തെ ആ ഒരു ടൈമിൽ ആനിമൽ സൈക്കോളജിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞതൊക്കെ കോൺവി ലോയ്ഡ് മോർഗനാണ്. അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് വന്നു? ഫിലോസഫി, പിന്നെ ഫ്രഞ്ച് സെൻസേഷണലിസം, ബ്രിട്ടീഷ് എംപിരിസിസം, ആനിമൽ സൈക്കോളജി. അടുത്തത് റഷ്യൻ ഫിസിയോളജിസ്റ്റുകൾ വരികയാണ്. ഇവാൻ പൗലോ, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവാൻ പൗലോ റഷ്യൻ റിഫ്ലക്സോളജി പറഞ്ഞിട്ടുണ്ട്. നോട്ടീസ്ഡ് ഫിനോമിന വിച്ച് ഹി നെയിംഡ് സൈക്കിക് സലൈവേഷൻ, ദാറ്റ് ഈസ് ഡോഗ്സ് വുഡ് സലൈവേറ്റ് ഈവൻ ബിഫോർ ദേ വെർ ആക്ച്വലി ഗിവൺ ഫുഡ്. His discovery came to be known as classical conditioning, the study of learning which involves reflexes. പിന്നെ അതിനുശേഷം റിഫ്ലക്സുകളെ പറ്റിയിട്ട് പറയുകയാണ്. നമ്മൾ ഇവിടെ എന്താണ്, ബിഹേവിയറിനെ പറ്റിയിട്ടാണ്. ഒരു ബിഹേവിയർ ലേൺ ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ബിഹേവിയറിസം വന്നത്. അപ്പം അതിനുശേഷം വന്നതാണ് ആനിമൽ സൈക്കോളജിക്ക് ശേഷം റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ പൗലോ റിഫ്ലക്സോളജീനെ പറ്റിയിട്ട് പറഞ്ഞു. അതായത് നമ്മൾ ഫുഡ് കൊടുത്തില്ലെങ്കിൽ തന്നെ ഫുഡിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്കവറിയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിൽ പഠിച്ചത്. The role of nervous system, especially the cortex, in providing the mechanism of reflexology was acknowledged by Paulo in his theory of classical conditioning. എന്താണ് ഇവിടെ നെർവസ് സിസ്റ്റത്തിൻ്റെ റോളിനെ പറ്റി പറഞ്ഞു. കോർട്ടക്സിലെ മെയിനായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ റോള് പറയുകയാണ്. അതായത് ഈ റിഫ്ലക്സോളജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ വർക്ക് കൊണ്ടാണ്. Was acknowledged by Paulo in his theory of classical conditioning. He also asserted that all learning is based on association and is reducible to the contiguous relationship between environmental stimuli and the mediational role of cortex. ഇപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ എല്ലാ ലേണിങ്ങും നടക്കുന്നത് അസോസിയേഷനെ ബേസ് ചെയ്തിട്ടാണ്. പൗലോ ഈ തിയറിയിൽ എങ്ങനെയാണ് പറഞ്ഞത്? ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു. അപ്പോൾ ഫുഡിനെയും ബെല്ലിനെയും കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ഫുഡില്ലാതെ തന്നെ എന്ത് ചെയ്തു, ബെല്ല് ചെയ്തപ്പോൾ നായ സലൈവേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഫുഡും ബെല്ലും കൂടെ എന്ത് ചെയ്തു, അസോസിയേഷൻ വന്നു. അപ്പോൾ and is reducible to contiguous relationship between environmental stimuli and the mediational role of cortex. അപ്പോൾ ഇവിടെ കണ്ടോ, എൻവയറമെൻ്റൽ സ്റ്റിമുലൈ വന്നു. എൻവയറമെൻ്റൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത് എന്താ, ബെല്ലാണ്. അതിനെയും പിന്നെ അതേപോലെ തന്നെ മീഡിയേഷണൽ റോൾ ഓഫ് ദ കോർട്ടക്സ് അവിടെ വർക്ക് ചെയ്തു. കോർട്ടക്സ് വർക്ക് ചെയ്തപ്പോഴാണ് എന്ത്, സലൈവേഷൻ വന്നത്.
Pavlov's classical conditioning had a great impact on Watson as he designed a model for the behaviorist methodology in Pavlov's work which he was trying to foster. അവിടെ നിന്നാണ് വാട്സൺ ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് എന്ത് ബിഹേവിയറിസത്തെ പറ്റി പറഞ്ഞത്. ഒരു ബിഹേവിയർ നമ്മളവിടെ ഡെവലപ്പ് ചെയ്തെടുത്തു. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുത്തു. അതായത് അസോസിയേഷൻ, രണ്ട് ഇവൻസിനെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ഒരു എൻവയറമെൻറ്റ് സ്റ്റിമുലയും മീഡിയേഷൻ റോൾ ഓഫ് ദ കോട്ടക്സും അതിൻ്റെ ഇടയിലുള്ള ഒരു കോണ്ടിഗ്യസ് റിലേഷൻ ആക്കിയിട്ട് അതിനെ പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി എഡ്വാർഡ് ലീ തോണ്ടിക്. തോണ്ടിക്കും ഇതേപോലെ ആരാണ് ലേണിംഗ് തിയറി പറഞ്ഞിട്ടുള്ള ഒരാളാണ് അല്ലേ, എഡ്വാർഡ് ലീ തോണ്ടിക്. എഡ്വാർഡ് ലീ തോണ്ടിക് വാസ് ദ മേജർ അമേരിക്കൻ റിസർച്ചർ റെലവൻറ്റ് ടു ദ ആൻറ്റിസിഡൻസ് ഓഫ് വാട്സോണിയൻ ബിഹേവിയറിസം. അപ്പം അതിനുശേഷം എന്താണ് മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് തോണ്ടിക്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ബിഹേവിയറിസത്തിലോട്ട്. Thorndike's law of effect stated that any response generating reward or satisfaction tend to be repeated, whereas any response generating punishment or annoyance tend to be eliminated. നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പഠിച്ച പോലെ തന്നെ അതാണ് ഇവിടെ തോണ്ടിക്കിൻ്റെ ലോ ഓഫ് ഇഫക്റ്റ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ റിവാർഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിവാർഡ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് നമ്മൾ ആ ഒരു ഇവൻ്റ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യും. ഇനി പണിഷ്മെൻ്റ് ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിലോ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു മിഠായി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതേപോലെ തന്നെ കുട്ടികൾ എന്താണ് നല്ല കാര്യം ചെയ്തത് അതവർ ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് പണിഷ്മെൻറ്റ് ചെയ്താലോ ആ ഒരു എലിമിനേഷനാണ് അവിടെ കാണിക്കുക. ദ ലോ ഓഫ് ഇഫക്റ്റ് വാസ് ലേറ്റർ മോഡിഫൈഡ് ടു എംഫസൈസ് ദാറ്റ് റിവാർഡ് സ്ട്രെങ്തൻ അസോസിയേഷൻ. അപ്പോൾ റിവാർഡ് അസോസിയേഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. വേറാസ് പണിഷ്മെൻറ്റ് റെൻഡേഴ്സ് സബ്ജക്ട് ടു മൂവ് ടുവാർഡ്സ് അനദർ റെസ്പോൺസ് റാദർ ദാൻ വീക്കനിങ് ദ എക്സിസ്റ്റിംഗ് അസോസിയേഷൻ. അപ്പോൾ നേരെ മറിച്ച് പണിഷ്മെൻ്റ് ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ എന്ത് ചെയ്യും, മറ്റൊരു റെസ്പോൺസ് കാണിക്കും റാദർ ദാൻ വീക്കനിങ് ദ എക്സിസ്റ്റിംഗ് അസോസിയേഷൻ. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു അസോസിയേഷൻ കുറയ്ക്കുന്നതിനേക്കാൾ വേറൊരു റെസ്പോൺസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ റിവാർഡാണ് എപ്പോഴും അസോസിയേഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതല്ലാതെ പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൂവ് ടുവാർഡ്സ് അനദർ റെസ്പോൺസ് റാദർ ദാൻ വീക്കനിങ് ദ എക്സിസ്റ്റിംഗ് അസോസിയേഷൻ. ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു വികൃതി കാണിച്ചിട്ട് നമ്മൾ തല്ലിയെന്ന് വിചാരിക്കാം, അവരെന്ത് ചെയ്യും, വേറെ റെസ്പോൺസ് കാണിക്കുക. അവർ അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കുസൃതി കാണിക്കുക, അവർ ആ ഒരു ദേഷ്യത്തിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും എടുത്ത് വലിച്ചെറിയോ അല്ലെങ്കിൽ പൊട്ടിക്കുകയോ ചെയ്യും. അപ്പോൾ എന്താണ്, അവിടെ ഓൾറെഡി ഉള്ള ഒരു അസോസിയേഷൻ കുറയ്ക്കാതെ വേറൊരു റെസ്പോൺസ് കാണിക്കും. പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു റെസ്പോൺസ് കാണിക്കും. അതാണ് ലോ ഓഫ് ഇഫക്റ്റ് ലേറ്റർ മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെയാണ് വരുത്തിയത്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാരണം അതിനെ റിപ്പീറ്റ് ചെയ്യും. ഇനി പണിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അനോയൻസ് ടെൻഡ് ടു ബി എലിമിനേറ്റഡ്. പിന്നീട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഈ നിലയ്ക്ക് പറഞ്ഞു, അതായത് അസോസിയേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നത് റിവാർഡാണ്, പണിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മൂവ് ടുവാർഡ്സ് അനദർ റെസ്പോൺസ് റാദർ ദാൻ വീക്കനിങ് ദ എക്സിസ്റ്റിംഗ് അസോസിയേഷൻ. തോണ്ടിക്സ് ലോ ഓഫ് ഇഫക്റ്റ് സീംഡ് ടു പ്രീഫിഗർ B.F. Skinner's concept of reinforcement as an explanation of the role of consequences in learning, which later formed the basis of learning approach known as operant conditioning. അപ്പോൾ തോണ്ടിക്കിൻ്റെ ഈ ഒരു ലോ ഓഫ് ഇഫക്റ്റ് വന്നതിന് ശേഷം എന്താണ്, B.F. സ്കിന്നറിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് വന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് കോൺസിക്വൻസിൻ്റെ റോൾ എന്താണ്, ലേണിങ്ങിൽ കോൺസിക്വൻസസിൻ്റെ റോൾ എന്താണ്, അതാണ് ഈ ഒരു B.F. സ്കിന്നറിൻ്റെ കോൺസെപ്റ്റിൽ പറയുന്നത്. ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ വേ ദാറ്റ് റിസൾട്ടഡ് ഇൻ ബിഹേവിയറിസം വാസ് കമ്പലിംഗ്, ആൽബിറ്റ് ദാറ്റ് ദേ ഹാഡ് നോ പ്രൈമറി ഇൻറ്റൻഷൻ ടു ഡു സോ. വാട്സൺ വാസ് ദ വൺ ഹൂ മെയ്ഡ് സിസ്റ്റമാറ്റിക് കോണ്ടെക്സ്റ്റ് ഓഫ് ബിഹേവിയറിസം എക്സ്പ്ലിസിറ്റ്. അപ്പോൾ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും ലാസ്റ്റ് എന്ത് വന്നത്, ബിഹേവിയറിസം വന്നത്. അപ്പോൾ വാട്സൺ അവിടെ നിന്ന് ബിഹേവിയറിസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഫങ്ഷണലിസം പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത കോൺട്രിബ്യൂഷൻ ഫങ്ഷണലിസത്തിൽ നിന്നാണ്. എ ഡയറക്റ്റ് ആൻറ്റിസിഡൻറ്റ് ഓഫ് ബിഹേവിയറിസം വാസ് ഫങ്ഷണലിസം. അപ്പം നേരിട്ട് ഫങ്ഷണലിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താണ്, ബിഹേവിയറിസം ആണ്. അപ്പോൾ ഡയറക്റ്റ് ആൻറ്റിസിഡൻറ്റ് ഓഫ് ബിഹേവിയറിസം എന്ന് പറയുന്നത് ഫങ്ഷണലിസം ആണ്. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ മോട്ടോ. ഹലോ ഉണ്ണി, ഞാൻ ക്ലാസ്സിലാണ്, കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. ആ
പിന്നെ അടുത്തത് അപ്പോൾ ഇനി ബിഹേവിയർസിന് തൊട്ട് മുന്നേ ആയിട്ട് വരുന്നത് ഫങ്ഷണലീസ് ആണ്. ഓൾദോ നോട്ട് ടോട്ടലി ഒബ്ജക്റ്റീവ്, ഫങ്ഷണൽ സൈക്കോളജി ഡ്യൂറിങ് ദ ടൈം ഓഫ് വാട്സൺ റെപ്രസെൻറ്റഡ് ഗ്രേറ്റർ ഒബ്ജക്റ്റിവിറ്റി ദാൻ ഇറ്റ്സ് പ്രിസിഡേഴ്സ്. അതായത് ടോട്ടലി ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കൂടി ഈ വാട്സൻ്റെ ആ ഒരു ടൈമിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഒബ്ജക്റ്റിവിറ്റി ടൈപ്പിൽ ഈ ഫങ്ഷണലിസം തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫങ്ഷണലിസം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. Consciousness and introspection were of little use to applied psychologists since their various specialty areas constituted objective functional psychology. Thus, the drift of functional psychologists from the wound and traditional psychology of conscious experience was noticeable even before Watson appeared in the sick. ഇവിടെ എന്താണ് ആ ഒരു ടൈമിൽ കോൺഷ്യസ്നെസ്സും ഇൻട്രോസ്പെക്ഷനും വൂണ്ടും ടിച്ചണറും ആ ഒരു ടൈമിൽ കോൺഷ്യസ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നായിരുന്നു. അപ്പം അന്ന് അതെന്തായിരുന്നു ഭയങ്കര നോട്ടീസബിൾ ആയിരുന്നു. വാട്സൺ ഈ ഒരു ബിഹേവിയറിസം കൊണ്ടുവരുന്നതിന് മുൻപ് ഈ ടിച്ചണറിൻ്റെയും അതേപോലെ തന്നെ വൂണ്ടിൻ്റെയും ഫങ്ഷണൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്സ് ഒക്കെ എന്തായിരുന്നു അന്ന് ഭയങ്കര നോട്ടീസബിൾ ആയിരുന്നു. ദ ഐഡിയ ഓഫ് സൈക്കോളജി ആസ് ബീയിങ് ഒബ്ജക്റ്റീവ് വാസ് സപ്പോർട്ടഡ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ബൈ ദ ഇന്റലക്ച്വൽ ക്ലൈമറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ദ ഡെക്കേഡ് ബിഫോർ വാട്സൺ ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ബിഹേവിയറിസം, ഫേവറിംഗ് ഓവറോൾ മൂവ്മെന്റ് ഓഫ് അമേരിക്കൻ സൈക്കോളജി ടുവാർഡ്സ് എ ബിഹേവിയറിസ്റ്റിക് ഡയറക്ഷൻ. അതായത് ഈ ഒരു സൈക്കോളജിയുടെ ഐഡിയ ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നുള്ള ഒരു സൈക്കോളജിയുടെ ഐഡിയ അതിനെ സപ്പോർട്ട് ചെയ്ത് തന്ന ആരായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഇൻ്റലക്ച്വൽ ക്ലൈമറ്റ് ആയിരുന്നു. അവരായിരുന്നു എന്ത് ഈ ഒരു ഐഡിയനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ വാട്സൺ ഈ ഒരു ബിഹേവിയറിസത്തിൽ എത്തുമ്പോൾ ഫോർമലായിട്ടുള്ള സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടിയത്? ഇൻ്റലക്ച്വൽ ക്ലൈമറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഫേവറിംഗ് ഓവറോൾ മൂവ്മെന്റ് ഓഫ് അമേരിക്കൻ സൈക്കോളജി ടുവേർഡ്സ് എ ബിഹേവിയറിസ്റ്റിക് ഡയറക്ഷൻ. അപ്പം അങ്ങനെ അമേരിക്കൻ സൈക്കോളജി മൊത്തം എവിടേക്ക് എത്തുകയാണ്? ബിഹേവിയറിസ്റ്റിക് ഡയറക്ഷനിലോട്ട് എത്തും. എ വേവ് വാസ് സ്ലോലി ബ്രിങ്ങിങ് ദ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ടുവാർഡ് ദ ബിഹേവിയറിസം. അങ്ങനെ പതുക്കെ അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ മൊത്തം എവിടേക്ക് വന്നു? ബിഹേവിയറിസത്തിലോട്ട് വന്നു. ഫ്രം 1904 onwards, a lot more of them expressed their preference for defining psychology as the science of behavior rather than as an attempt ടു ഡിസ്ക്രൈബ് കോൺഷ്യസ്നെസ്. അപ്പം അങ്ങനെ 1904 മുതൽ എന്തായി? സൈക്കോളജി ഡിഫൈൻ ചെയ്യേണ്ടത് ബിഹേവിയർ സയൻസ് എന്ന പേരിലായി. അതല്ലാതെ കോൺഷ്യസ്നെസ് ഡിസ്ക്രൈബ് ചെയ്യലല്ല. ബിഹേവിയറിനെ സയൻറ്റിഫിക്കലി പഠിക്കുന്ന ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് 1900 മുതൽ ഡിഫൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. ദസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ വാസ് ഓൾറെഡി കാച്ചിങ് അറ്റൻഷൻ. അങ്ങനെ സൈക്കോളജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായി? സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ഒരു അറ്റൻഷൻ കിട്ടി. അങ്ങനെയാണ് ബിഹേവിയറിസത്തിലോട്ട് വരുന്നത്. ഈ ഒരു ഓർഡർ നമ്മൾ പഠിക്കണം. പ്രീ സോക്രറ്റിക് ഫിലോസഫേഴ്സ്, ഫ്രഞ്ച് സെൻസേഷണലിസം, ബ്രിട്ടീഷ് എംപിരിസിസം, ആനിമൽ സൈക്കോളജി, റഷ്യൻ ഫിസിയോളജിസ്റ്റ്, അതിൽ ഇവാൻ പൗലോയുടെ കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് എഡ്വാർഡ് ലീ തോണ്ടിക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫങ്ഷണലിസം. അത്രയാണ് വരുന്നത്. മൂന്നൊക്കെയാണോ? അപ്പോൾ ഇവല്യൂഷൻ ഓഫ് ബിഹേവിയറിസം അങ്ങനെയായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ ആണോ? ഓക്കെ. ഇനി വാട്സന്റെ ബിഹേവിയറിസം, വാട്സോണിയൻ ബിഹേവിയറിസം. വാട്സോണിയൻ ബിഹേവിയറിസം നോക്കുകയാണെങ്കിൽ എന്താണ്? സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. മസ്റ്റ് ഡീൽ വിത്ത് ആക്ഷൻസ് വിച്ച് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഒബ്ജക്റ്റീവ്ലി. ആക്ഷൻസിനെ പറ്റി ഡീൽ ചെയ്യണം, ഒബ്ജക്റ്റീവ്ലി കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. ബിക്കം ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കാർഡ് ദ യൂസ് ഓഫ് മെൻ്റലിസ്റ്റിക് കോൺസെപ്റ്റ് ആൻഡ് ടെർമിനോളജി. അപ്പോൾ ഇവിടെ എന്താണ്? മെൻ്റലിസ്റ്റിക് കോൺസെപ്റ്റുകളുടെ യൂസുകൾ അത് പറയുന്നില്ല. ആക്ഷൻസിൽ എങ്ങനെയാണ് മൈൻഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ബിഹേവിയറിനെ പറ്റിയിട്ടാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിച്ച് ആർ സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ മെൻ്റലിസ്റ്റിക് കോൺസെപ്റ്റുകളും അതേപോലെ തന്നെ ടെർമിനോളജിയും അതൊക്കെ സബ്ജക്റ്റീവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. Therefore, for Watsonian behavioral psychology, items or elements of behavior such as muscular movements or glandular secretion become the primary subject matter. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ? ആക്ഷൻസ് ആണ് പഠിക്കുന്നത്. ആക്ഷൻസ് പഠിക്കുമ്പോൾ ബിഹേവിയറിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞത് ആരൊക്കെയാണ്? മസ്കുലർ മൂവ്മെൻറ്റ്സ്, ഗ്ലാൻഡുലാർ സെക്രേഷൻസ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതായിരുന്നു പ്രൈമറി സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ബിഹേവിയറിസം കൺസേൺസ് ബിഹേവിയർ ഓഫ് ദ ഹോൾ ഓർഗാനിസം ഇൻ റിലേഷൻ ടു ഇറ്റ്സ് എൻവയറമെൻറ്റ്. അപ്പോൾ എന്താണ്? എല്ലാ ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറും ഇവിടെ എടുക്കുന്നുണ്ട്. ഹ്യൂമൻസിൻ്റെ മാത്രമല്ല, എല്ലാ ഓർഗാനിസത്തിൻ്റെയും എൻവയറമെൻറ്റിനോടുള്ള ഒരു റിലേഷൻ, അതിനെ പറ്റിയിട്ടാണ് ബിഹേവിയറിസം നോക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബിഹേവിയർ പറയുന്നുണ്ട്.
Types of behavior. Watson explained 4 types of behavior: explicit, implicit, explicit unlearned behavior, implicit unlearned behavior. അങ്ങനെ 4 ടൈപ്പ് ബിഹേവിയർ ഉണ്ട്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് എന്താ? ലേൺഡ് ആൻഡ് ഈസ് ഓവേർഡ് സച്ച് ആസ് ടോക്കിംഗ്, റൈറ്റിംഗ് ആൻഡ് പ്ലേയിങ്. നമുക്ക് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ബിഹേവിയർ ആണിത് എക്സ്പ്ലിസിറ്റ് ബിഹേവിയർ. എക്സാമ്പിൾ ടോക്കിംഗ്, റൈറ്റിംഗ് ആൻഡ് പ്ലേയിങ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ബി ലേൺ ബട്ട് ഈസ് കോവേർഡ് such as the increased heart rate caused by the sight of a dentist drilling. ഇതെന്താണ്? ഇവിടെ ലേൺ ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ എന്താണ്? സച്ച് ആസ് ദ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് കോസ്ഡ് ബൈ ദ സൈറ്റ് ഓഫ് എ ഡെന്റിസ്റ്റ് ഡ്രില്ലിംഗ്. നമ്മളൊരു ആക്ടിവിറ്റി കാണുമ്പോൾ, കോവേർട്ട് ബിഹേവിയർ എന്ന് പറയില്ലേ, ഒന്ന് കാണുമ്പോൾ നമ്മളത് ലേൺ ചെയ്തെടുക്കും. അതാണ് ഇംപ്ലിസിറ്റ് ബിഹേവിയർ. ഇനി അടുത്തത് എക്സ്പ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയർ ഉണ്ട്. ബിഹേവിയർ വിച്ച് കംസ് നാച്ചുറലി ആൻഡ് ഈസ് വിസിബിൾ സച്ച് ആസ് ഗ്രാസ്പിംഗ്, ബ്ലിങ്കിങ് ആൻഡ് സ്നീസിങ്. ഇതെന്താണ്? നാച്ചുറലി വരുന്നതാണ്, അൺലേൺഡ് ആണ്, നമ്മൾ പഠിച്ചെടുക്കുന്നതല്ല, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് എക്സ്പ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയർ. ഇനി ഇംപ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയർ ഉണ്ട്. ബിഹേവിയർ വിച്ച് കംസ് നാച്ചുറലി ബട്ട് ഈസ് നോട്ട് വിസിബിൾ സച്ച് ആസ് ഗ്ലാൻഡുലർ സെക്രഷൻ ആൻഡ് സർക്കുലേറ്ററി ചേഞ്ചസ്. നമുക്ക് കാണാൻ പറ്റാത്ത എന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നാച്ചുറലി വരുന്ന ബിഹേവിയർ ആണിത് ഇംപ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയർ. For studying these types of behavior, Watson proposed 4 different methods. 4 different methods വെച്ചിട്ടാണ് ഈ ബിഹേവിയറിനെ പഠിക്കണമെന്ന് പറഞ്ഞത്. ഒബ്സർവേഷൻ, കണ്ടീഷൻഡ് റിഫ്ലെക്സ് മെത്തേഡ്, ടെസ്റ്റിംഗ്, വെർബൽ റിപ്പോർട്ട്സ്. അങ്ങനെ 4 ടൈപ്സ് വെച്ചിട്ടാണ് ഈ ബിഹേവിയറിനെ പഠിക്കുക. ഒബ്സർവേഷൻ, ഒബ്സർവ് ചെയ്ത്, അതായത് നാച്ചുറലിസ്റ്റിക് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി കൺട്രോൾഡ് എൻവയറമെൻറ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക. കണ്ടീഷൻഡ് റിഫ്ലെക്സ്, പാവലോ പറഞ്ഞ പോലെ റിഫ്ലെക്സ് മെത്തേഡ് അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്തെടുത്ത് പഠിക്കുക. പിന്നെ ടെസ്റ്റിംഗ് ഉണ്ട്, മെഷർമെൻറ്റുകൾ യൂസ് ചെയ്തിട്ട് പഠിക്കുക. ടെസ്റ്റിംഗ്, കപ്പാസിറ്റി, പേഴ്സണാലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. വെർബൽ റിപ്പോർട്ട്സ്, അനദർ ടൈപ്പ് ഓഫ് ഓവേർട്ട് ബിഹേവിയർ. അവർ പറയുന്നതിലൂടെ, വെർബൽ റിപ്പോർട്ട്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബിഹേവിയറിനെ പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ 4 ടൈപ്പ്. ഇനി ഓക്കെ ആണല്ലോ, ടൈപ്സ് ഓഫ് ബിഹേവിയർ മനസ്സിലായോ? ഇനി ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഇൻബോൺ ആണ്. ഇൻബോൺ, ഇൻഹെറിറ്റഡ് ടെൻഡൻസി ടു ആക്ട് ഇൻ എ സ്പെസിഫിക് വേ വെൻ എ പർട്ടിക്കുലർ സ്റ്റിമുലസ് ഈസ് പ്രസൻറ്റ്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലേണിംഗ് ആവശ്യമില്ലാതെ ഇന്നേറ്റ് ആയിട്ട് ജന്മനാ ലഭിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഇൻ 1904 the role of instinct in behavior was accepted by him. Instinct had a noteworthy role in his theory. By 1919 Watson made the point that instincts are present in infants which are quickly displaced by learned habits. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ടായിരിക്കും? ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കും, ജന്മനാ കുറച്ച് കഴിവുകൾ ഉണ്ടായിരിക്കും. അവർ വളർന്നു വരുന്നതിനൊപ്പം അല്ലെങ്കിൽ ലേൺഡ് ഹാബിറ്റ്സിനൊപ്പം അതെന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ്? സക്കിങ് റിഫ്ലെക്സ്, ഈ പാല് കുടിക്കാനുള്ള ഒരു ഇത് അവർക്ക് എന്താണ്? അത് ജന്മനാ കിട്ടുന്നതാണ്, നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അപ്പോൾ അതൊക്കെ എന്താണ്? ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് അല്ലെങ്കിൽ ഇന്നേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇമോഷൻസ് ഉണ്ട്, ഇമോഷണൽ ബിഹേവിയർ ഉണ്ട്. അതായത് ഇപ്പോൾ ലേണിങ് വഴി കിട്ടുന്ന ഇമോഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ലവ്, ഫിയർ, റേജ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് ലേണിംഗ് വഴി രൂപപ്പെടാം. അതിനെയാണ് ഇമോഷണൽ ബിഹേവിയർ ആയിട്ട് പറഞ്ഞത്. വാട്സൺ കൺസിഡേർഡ് ഇമോഷൻസ് ടു ബി ബോഡ്ലി റെസ്പോൺസസ് ടു സ്പെസിഫിക് സ്റ്റിമുലൈ. ഒരു സ്പെസിഫിക് സ്റ്റിമുലയോടുള്ള ബോഡ്ലി റെസ്പോൺസസ് ആയിട്ടാണ് ഇമോഷൻസിനെ കണ്ടത്. An internal body change such as rapid heart rate is produced by the presence of an attacker which results in an appropriate learned response. കണ്ടോ? ഇവിടെ എന്താണ്? ഹാർട്ട് റേറ്റ് കൂടുക, ബോഡി ചേഞ്ച് സച്ച് ആസ് റാപ്പിഡ് റേറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എൻ അറ്റാക്കർ. ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കൂടും. അതെന്താണ്? ലേൺഡ് റെസ്പോൺസ് ആണ്. അത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു സ്പെസിഫിക് സ്റ്റിമുലയോട് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു റെസ്പോൺസ്, അതിനെയാണ് ഇവിടെ ഇമോഷൻസ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ലിറ്റിൽ ആൽബർട്ടിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഇല്ലേ, അതിൽ ആ ഫിയർ കണ്ടീഷൻ ചെയ്തെടുത്തു. പേടി, റാറ്റിനെ കാണുമ്പോഴുള്ള ഒരു പേടി കണ്ടീഷൻ ചെയ്തെടുത്തു. അതൊരു എക്സ്പീരിയൻസ്, അത് ഒരു എക്സാമ്പിളാണ്. അവിടെ എന്താണ്? അവിടെ ഒരു ഇമോഷൻ, ഫിയർ എന്നുള്ള ഒരു ഇമോഷൻ അവിടെ എന്ത് ചെയ്തു? ലേൺ ചെയ്ത് എടുപ്പിച്ചു. അപ്പോൾ ഇമോഷൻസിനൊക്കെ ലേൺഡ് ബിഹേവിയർ ആക്കി മാറ്റി. അപ്പോൾ ബിഹേവിയറിസത്തിൽ എന്താണ്? ഇമോഷൻസ് എന്ന് പറയുന്നത് ലേൺഡ് SR കണക്ഷൻസ് ആണ്. SR കണക്ഷൻ എന്ന് പറയുന്നത് എന്താ? സ്റ്റിമുലൈ റെസ്പോൺസ് കണക്ഷനാണ്. ഒരു സ്റ്റിമുലൈ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയാണ് ബിഹേവിയറിസത്തിലെ ഇമോഷൻസിനെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഓക്കെ ആണോ പറഞ്ഞത്?
ഓക്കെ ആണോ? ഇൻസ്റ്റിങ്ക്റ്റീവ് ഇമോഷൻസ് ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കാനുള്ളത് തോട്ട് പ്രോസസ്സുകളാണ്. ബിഹേവിയറിസത്തിലുള്ള തോട്ട് പ്രോസസ്സുകൾ. അതായത് നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് ഒരു സൈലന്റ് സ്പീച്ചാണ്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിനെയാണ് തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. വാട്സൺസ് അറ്റംപ്റ്റ് വാസ് ടു റെഡ്യൂസ് തിങ്കിങ് ടു ഇംപ്ലിസിറ്റ് മോട്ടോർ ബിഹേവിയർ ബൈ ക്ലെയിമിംഗ് ദാറ്റ് തോട്ട് വാസ് സം ഓഫ് സോർട്ട് ഓഫ് സെൻസോറി മോട്ടോർ ബിഹേവിയർ ലൈക്ക് ഓൾ അതർ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഫംഗ്ഷനിങ്, ഗോയിങ് ബൈ ദ റീസൺ ദാറ്റ് തിങ്കിങ് ബിഹേവിയർ മസ്റ്റ് ഇൻവോൾവ് ഇംപ്ലിസിറ്റ് സ്പീച്ച്, റിയാക്ഷൻസ് ഓർ മൂവ്മെന്റ്സ്. വാട്സൺ റെഡ്യൂസ്ഡ് തിങ്കിങ് ടു സബ് വോക്കൽ ടോക്കിംഗ്. കേട്ടോ, സബ് വോക്കൽ ടോക്കിംഗ് ആണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈലന്റ് സ്പീച്ചാണ്. നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് ഒരു സൈലന്റ് സ്പീച്ചാണ്. അതായത് ഒരു മോട്ടോർ ഹാബിറ്റ്സ് ഇൻ ദ ലാരിങ്സ്. നമ്മുടെ ലാരിങ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ തൊണ്ടയിലെ തൊണ്ടയിലുണ്ടാകുന്ന ഒരു മസിൽ മൂവ്മെന്റ്. അതിനെയാണ് ഇവിടെ ഈ ഒരു സബ് വോക്കൽ ടോക്കിംഗ് അല്ലെങ്കിൽ തിങ്കിങ് ആയിട്ട് പറയുന്നത്. തിങ്കിങ് എന്ന് പറയുന്നത് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് ദ മസിൽസ് ഓഫ് ടങ് ആൻഡ് ലാരിങ്സ് ആർ ഇൻവോൾവ് ഇൻ ദിസ് ഇംപ്ലിസിറ്റ് ബിഹേവിയർ ഓഫ് തിങ്കിങ്. ഇംപ്ലിസിറ്റ് ആണ്, നമുക്കത് പുറമേക്ക് കാണുന്നില്ല. ഇംപ്ലിസിറ്റ് ബിഹേവിയർ ഓഫ് തിങ്കിങ് ആണ്, സബ് വോക്കൽ ടോക്കിംഗ് ആണ്, സൈലന്റ് സ്പീച്ച് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. സൈലന്റ് സ്പീച്ച് ആണ് ഒരു തോട്ട് പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റേണൽ ബിഹേവിയർ ആണ്. അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റേണൽ ബിഹേവിയർ ആണ് തോട്ട്. അങ്ങനെയാണ് ബിഹേവിയറിസത്തിൽ വാട്സൺ പറഞ്ഞത്. മനസ്സിലായോ അത്? ഓക്കെയാണ്. അപ്പോൾ തോട്ട് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഈ വേർഡുകളൊക്കെ നോക്കി വെക്കാം കേട്ടോ. സബ് വോക്കൽ ടോക്കിംഗ്, ഇംപ്ലിസിറ്റ് സ്പീച്ച്, പിന്നെ അതുപോലെ തന്നെ സൈലന്റ് സ്പീച്ച്, മോട്ടോർ ഹാബിറ്റ്സ് ഇൻ ദ ലാരിങ്സ്, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. മോട്ടോർ ഹാബിറ്റ്സ് ഇൻ ദ ലാരിങ്സ് അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ ആണോ? ഇനി അടുത്തത് ലേണിംഗ് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു വാട്സൺ, ദ ക്രിട്ടിക്കൽ തിങ് അബൌട്ട് കണ്ടീഷൻസ് ഈസ് ദ എബിലിറ്റി ടു കോസ് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് കോസിങ് ഇവൻറ്റ്സ് ടു ബി അസോസിയേറ്റഡ്. വാട്സന്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ക്വാണ്ടിറ്റി ആയിരുന്നു അല്ലേ? രണ്ട് ഇവൻറ്റ്സിനെ അസോസിയേറ്റ് ചെയ്യുക, അങ്ങനെയാണ് ലേണിംഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. റാദർ ദാൻ റെലിയിങ് ഓൺ തോണ്ടിക്സ് ലോ ഓഫ് ഇഫക്റ്റ്, വാട്സൺ എലൂസിഡേറ്റഡ് ലേണിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ ആൻഷ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ വാട്സൺ കൂടുതൽ നോക്കിയിരുന്നത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടിറ്റി ഫ്രീക്വൻസി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മളന്ന് എക്സാമ്പിൾ പഠിച്ചിരുന്നായിരുന്നു. മിന്നൽ വരുന്നു, ഇടിവെട്ടുന്നു. ഈ രണ്ട് ഇവൻസിനെ നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടിറ്റി. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീക്വൻസി പറയുന്നുണ്ട്. ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താ? എണ്ണത്തിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഒരു വട്ടം കാണുന്നു, രണ്ടാമത്തെ വട്ടം കാണുന്നു, മൂന്നാമത്തെ വട്ടം കാണുമ്പോൾ എന്തായി? ലേണിംഗ് അവിടെ തറായി, പഠിച്ചു വെച്ചു. മിന്നൽ വരുന്നു, ഇടിവെട്ടുന്നു. അപ്പോൾ മിന്നൽ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പറയും ഇപ്പോൾ ഇതാ ഇടിവെട്ടും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ വാട്സൺ കൂടുതലും പ്രാധാന്യം കൊടുത്തത് എന്താണ്? ലേണിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ ഒരു തിയറിയിലാണ്. ആൻഷ്യൻ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി. ദിസ് വെർ ഓൾസോ മോർ ഇൻ ലൈൻ വിത്ത് വാട്ട് പൗലോ ഹാസ് സജസ്റ്റഡ്. അപ്പോൾ പൗലോ ഏതാണ്ട് ഇതേ ഒരു സംഭവം തന്നെയാണ് പറഞ്ഞത്. രണ്ട് ഇവൻസിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക, അതായിരുന്നു പൗലോ പറഞ്ഞത്. അതേപോലെ തന്നെയായിരുന്നു. The final response of the organism in a learning situation will be one which it will likely make when it will next encounter the same situation, known as the law of recency as labeled by Watson. അതായത് ലോ ഓഫ് റീസൻസി ഉണ്ട്. അടുത്തിടെ എന്താണോ നടന്നത് അത് നമ്മൾ ലേൺ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തിടെ നടന്നതിനോട് നമ്മൾ കണക്ട് ചെയ്യും. ഇത് അന്നുണ്ടായ പോലത്തെ അതേ സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് വേറെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ലോ ഓഫ് റീസൻസി. സെയിം സിറ്റുവേഷൻസ് നമ്മൾ ഏതെങ്കിലും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അങ്ങനെ ലേണിംഗ് നടക്കും. അപ്പം ഇതിനൊക്കെയായിരുന്നു ലേണിംഗ് എന്ന ഇതിൽ വാട്സൺ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. വാട്സൺ കൺക്ലൂഡഡ് ദാറ്റ് മെക്കാനിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ് റിസൾട്ടിങ് ഇൻ ലേണിംഗ്. അതായത് മെക്കാനിക്കൽ അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്, ഒരു സ്റ്റിമുലയും റെസ്പോൺസും. ഇതിന് തമ്മിലുള്ള ഒരു മെക്കാനിക്കൽ അറേഞ്ച്മെന്റ്. നേരത്തെ ഞാൻ പറഞ്ഞു SR റിലേഷനാണ്. അപ്പോൾ ഈ വാട്സന്റെ തിയറിയിൽ നിങ്ങൾ ഏതിലും നോക്കിക്കോളൂ. നേരത്തെ തോട്ട് പ്രോസസ്സ് പറഞ്ഞു, SR വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷൻസ് പറഞ്ഞു, SR വരുന്നുണ്ട്. ഒരു സ്പെസിഫിക് സ്റ്റിമുലൈ ഉണ്ടായിരിക്കും, അതിനോടൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ വാട്സന്റെ തിയറിയിൽ ഏതിലും എന്തുണ്ട്? ഒരു സ്റ്റിമുലൈ, ഒരു SR റിലേഷൻ ഉണ്ടായിരിക്കും. സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ് ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ലേണിംഗ് നടക്കുന്നത്. ഇതാണ് വാട്സൺ കൺക്ലൂഡ് ചെയ്തത്. ഓക്കെ ആണോ?
ഇതൊക്കെയാണോ? ഓക്കെ. പിന്നെ അടുത്തത് ബിഹേവിയറിസം ആൻഡ് ദ മൈൻഡ് ബോഡി പ്രോബ്ലം. മൈൻഡ് ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത് മൈൻഡ് സെപ്പറേറ്റഡ് ആണ്, ബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണോ, അതാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് മൈൻഡ് ബോഡി പ്രോബ്ലം വന്നത്. അതായത് മൈൻഡും ബോഡിയും തമ്മിൽ സെപ്പറേറ്റഡ് അല്ല, അങ്ങനെയാണ് വാട്സൺ കണ്ടുപിടിച്ചത്. മൈൻഡ് സെപ്പറേറ്റഡ് എൻറ്റിറ്റി അല്ല. ബിഹേവിയറും മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയർ അല്ലെങ്കിൽ ഇന്റേണൽ റെസ്പോൺസസ് ആണ്. ഇപ്പോൾ സൈക്കോളജിയിൽ പറയുന്നത് ഷുഡ് അവോയ്ഡ് മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ് ലൈക്ക് മൈൻഡ് ആൻഡ് സോൾ എന്നാണ്. സൈക്കോളജി എന്താണ് പറയുന്നത്? മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള മൈൻഡും സോളിനെയും അവോയ്ഡ് ചെയ്യുക എന്നാണ്. ഓൺലി ഫിസിക്കൽ അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ത് ബിഹേവിയറിസത്തിൽ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൻഡും ബോഡിയും സെപ്പറേറ്റഡ് അല്ല. അപ്പോൾ 4 വ്യൂസ് ആയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇൻട്രാക്ഷനിസ്റ്റ് വ്യൂ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ ദ മൈൻഡ് ആൻഡ് ബോഡി ഇൻട്രാക്ട് ഇൻ എ വേ ദാറ്റ് മൈൻഡ് ഇൻഫ്ലുവൻസ് ദ ബോഡി ആൻഡ് ലൈക്ക്വൈസ് ദ ബോഡി ക്യാൻ ഇൻഫ്ലുവൻസ് ദ മൈൻഡ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മൈൻഡും ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദിസ് വ്യൂ വാസ് പ്രൊപ്പോസ്ഡ് ബൈ റെനെ ദെക്കാർത്തെ ആൻഡ് വാസ് അക്സെപ്റ്റഡ് ബൈ വില്യം ജെയിംസ്. അപ്പോൾ ഇത് ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരായിരുന്നു? റെനെ ദെക്കാർത്തെ ആയിരുന്നു. പിന്നീട് അത് വില്യം ജെയിംസ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ വ്യൂ എന്തായിരുന്നു? ഇൻട്രാക്ഷനിസ്റ്റ് വ്യൂ. ഇനി അടുത്തത് സൈക്കോ ഫിസിക്കൽ പാരലിസം ഉണ്ട്. സൈക്കോ ഫിസിക്കൽ പാരലിസം ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഈവൻസും ഫിസിക്കൽ ഈവൻസും രണ്ടും ഒരേപോലെയാണ് പോകുന്നത്, പാരലലായിട്ടാണ് മൂവ് ചെയ്യുന്നത്, ഒരു ഇൻട്രാക്ഷൻസും ഇല്ല. ആസ് പെർ ദിസ് വ്യൂ മെൻ്റൽ ആൻഡ് ബോഡി ഈവൻസ് ആർ പാരലൽ ഹാവിങ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി. രണ്ടും ഇങ്ങനെ പാരലലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. മൈൻഡ് ഒരേ ഇത് കൂടെ പോകുന്നു, ബോഡിയും അതേപോലെ തോന്നുന്നു, പാരലലാണ്, എവിടെയും വെച്ച് കൂട്ടിമുട്ടുന്നില്ല. ഇനി എപ്പിഫിനോമിനോളിസം ഉണ്ട്. Epiphenomenalism. This view posits that mental events are the byproducts of bodily events but do not cause behavior. ഇവിടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താ? ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമാണ്. ബോഡിയിലുള്ളൊരു ജസ്റ്റ് ഒരു ഫിസിക്കൽ പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് മൈൻഡ്. അതാണ് എപ്പിഫിനോമിനലിസം പറയുന്നത്. കണ്ടോ? ദിസ് വ്യൂ പോസിറ്റ്സ് ദാറ്റ് ദ മെന്റൽ ഇവൻറ്റ്സ് ആർ ബൈ പ്രോഡക്ട്സ് ഓഫ് ബോഡി ഇവൻറ്റ്സ്. നമ്മുടെ ഫിസിക്കൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ബോഡി ഇവൻറ്റ്സിൽ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. ഇതിന് പ്രത്യേകിച്ച് കോസൽ പവേഴ്സ് ഒന്നും തന്നെ ഇല്ല. ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്, അല്ലാതെ മൈൻഡ് അല്ല. ഇതാണ് എപ്പിഫിനോമിനലിസം. No, that is bodily events cause mental events but mental events cannot cause bodily events. Bodily eventsനെ മെൻ്റൽ ഇവൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും, മെൻ്റൽ ഇവൻറ്റ്സിന് എന്തുണ്ടാക്കാനായിട്ട് പറ്റില്ല? ബോഡി ഇവൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതായത് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്, അല്ലാതെ മൈൻഡ് അല്ല. ഇതാണ് എപ്പിഫിനോമിനലിസം. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ഫിസിക്കൽ മോണിസാണ്. അതായത് മൈൻഡ് സെപ്പറേറ്റ് അല്ല. ദിസ് വ്യൂ ഡിസ്കാർഡഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് മെൻ്റൽ ഇവൻറ്റ്സ് കോൺഷ്യസ്നെസ് ഓൾ ടുഗദർ. അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല, അതിനെ ഡിസ്കാർഡ് ചെയ്തു. മൈൻഡ് സെപ്പറേറ്റ് അല്ല. എല്ലാ മെൻ്റൽ ഇവൻറ്റ്സും എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ബ്രെയിൻ ആക്ടിവിറ്റിക്ക് കൊടുക്കുന്ന ജസ്റ്റ് ഒരു പേരാണ് മൈൻഡ്. അതാണ് ഫിസിക്കൽ മോണിസത്തിൽ പറഞ്ഞത് കേട്ടോ. ബ്രെയിൻ ആക്ടിവിറ്റിക്ക് കൊടുക്കുന്ന ജസ്റ്റ് ഒരു നെയിം, അതാണ് മൈൻഡ്. അതായത് മൈൻഡും ബോഡിയും സെപ്പറേറ്റഡ് അല്ല. ഇതാണ് ഫിസിക്കൽ മോണിസം. മൂന്നൊക്കെയാണ്. പിന്നെ അടുത്തത് സെക്സ് എഡ്യൂക്കേഷൻ. വാട്സൺ had a great deal to say about sex education, insisting that frank and objective information about sex should be given to children. He also often appreciated Freud for breaking down the myth and hesitation around sex. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷനാണ് വാട്സൺ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഫ്രൂഡ് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് കുറേ ആൾക്കാർ എന്ത് ചെയ്തു? അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷേ വാട്സൺ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഈ സെക്സിനെ പറ്റിയിട്ടുള്ള മിത്തും ഹെസിറ്റേഷൻസും ഒക്കെ അന്ന് ഫ്രൂഡ് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു.
അതായത് ഈ ലിബിഡോ എന്ന് പറയുന്ന ഒരു സെക്ഷൽ എനർജി ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് ഫ്രൂഡ് പറഞ്ഞിരുന്നു. അപ്പോൾ അതായത് സെക്സിനെ പറ്റിയിട്ടുള്ള മിത്തുകളൊക്കെ ആര് പറഞ്ഞിരുന്നു? ഫ്രൂഡ് ബ്രേക്കിംഗ് ഡൗൺ ചെയ്തിരുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്തു? വാട്സൺ അപ്രീഷിയേറ്റ് ചെയ്തു. സെക്സ് എഡ്യൂക്കേഷനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാണ് വാട്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്രയാണ് വാട്സോണിയൻ ബിഹേവിയറിസത്തിൽ ഉള്ളത്. ഇതൊക്കെയാണോ? ക്രിറ്റിസിസം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ ആണോ? ഇനി അടുത്തത് ക്രിറ്റിസിസം. ക്രിറ്റിസിസം ഓവറോൾ ഇമ്പാക്റ്റും ചോദിക്കും കേട്ടോ. Criticism. The following 2 points summarize the major criticism against Watsonian behaviorism. Psychology got restricted by behaviorism since it confined the behaviors only to the peripheral events of stimulus and response events. Watson ignored physical central mediation of stimulus and responses bound by relinquishing mental events. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്രിറ്റിസിസം വന്നത് എന്താ? സ്റ്റിമുലസും റെസ്പോൺസും മാത്രമായിട്ടാണ് പെരിഫറൽ ഇവൻസിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ignored physical central mediation of stimulus and response bound by relinquishing mental events. മെന്റൽ ഇവൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതായിരുന്നു ആദ്യത്തെ ക്രിറ്റിസിസം. ഇനി വാട്സോണിയൻ ബിഹേവിയറിസം റിസോർട്ടഡ് ടു റിഡക്ഷനിസം by assuming that behavior is reducible to environmental stimuli and observable responses. റിഡക്ഷനിസം ഉണ്ടായിരുന്നു. അതായത് ബിഹേവിയറിനെ എൻവയറമെൻ്റൽ സ്റ്റിമുലൈ ഒബ്സർവബിൾ റെസ്പോൺസസ് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്തു. അതിൽ മാത്രം ബിഹേവിയറിനെ ഒതുക്കി. അപ്പോൾ റിഡക്ഷനിസം ഉണ്ടായിരുന്നു. അതൊരു ക്രിറ്റിസിസമാണ്. ദ റാഷണൽ ടു വാട്സൺസ് അപ്രോച്ച് ഈസ് ടു പ്രപ്പോസ് ദാറ്റ് ബിഹേവിയർ റിയലി റെഡ്യൂസസ് ടു ഫിസിക്സ് ആൻഡ് ഫിസിയോളജി. വെദർ ബിഹേവിയർ ക്യാൻ ബി വ്യൂഡ് ആസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സയൻസ് ബിക്കംസ് ക്വസ്റ്റ്യനബിൾ ബൈ സച്ച് റിഡക്ഷനിസം. അപ്പോൾ ഈ ഒരു റിഡക്ഷനിസം കൊണ്ടുവന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻസ് വന്നു. അതായത് വാട്സന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ബിഹേവിയറിനെ റെഡ്യൂസ് ചെയ്യായിരുന്നു. ഫിസിക്സ് ആൻഡ് ഫിസിയോളജി ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബിഹേവിയറിനെ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സയൻസ് ആക്കിയിട്ട് കാണാൻ പറ്റുമോ? അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെപ്പറേറ്റ് സയൻസ് ആക്കിയിട്ട് ഈ ഒരു ബിഹേവിയറിനെ കാണാൻ പറ്റുമോ? കാരണം എന്താണ്? ഫിസിക്സും ഫിസിയോളജിയും മാത്രമായി. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ഒരു സയൻസ് ആക്കിയിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അതൊരു criticism ആയിരുന്നു. So although offering simplicity and clarity, the authenticity of a truly behavioral level of investigation in Watson behaviorist psychology remain debatable. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സന്റെ ബിഹേവിയറിസ്റ്റ് എന്തായിരുന്നു? ബിഹേവിയറൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിബേറ്റബിൾ ആയിരുന്നു. പിന്നെ വില്യം മെക്ഡോഗൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the pioneer of the instinct theory of motivation that had major criticism against Watson. He had a heated and debate with Watson which was published as the Battle of Behaviorism in 1929. 1929 വില്യം മെക്ഡോഗൽ എന്ത് ചെയ്തു? ബാറ്റിൽ ഓഫ് ബിഹേവിയറിസം എന്ന പേരിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതായത് വാട്സണുമായിട്ടുള്ള ഒരു തിയറി ഓഫ് മോട്ടിവേഷൻ, ഇൻസ്റ്റിങ്ക്റ്റ് തിയറി ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു ആരെയും വില്യം മെക്ഡോഗൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ വാട്സനെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിരുന്നു ആരുടെ ഭാഗത്തു നിന്ന് വന്നത്? വില്യം മെക്ഡോഗലിന്റെ ഭാഗത്തു നിന്ന് വന്നത്. മെക്ഡോഗൽ ക്വസ്റ്റ്യൻഡ് ഹൗ സൈക്കോളജിസ്റ്റ് ക്യാൻ ഡിറ്റർമിൻ മീനിങ് ഓഫ് എ സബ്ജക്ട് റെസ്പോൺസ് വിത്തൗട്ട് യൂസിങ് ഇൻട്രോസ്പെക്ഷൻ ഇല്ലാതെ എങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ റെസ്പോൺസിനെ ഡിറ്റർമിൻ ചെയ്യാം. അതായിരുന്നു മെക്ഡോഗൽ ചോദിച്ചത്. കാരണം എന്താണ്? ബിഹേവിയറിസം ഇൻട്രോസ്പെക്ഷൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഗ്നോർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രോസ്പെക്ഷൻ ഇല്ലാതെ എങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ റെസ്പോൺസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? ഇതായിരുന്നു മെക്ഡോഗൽ ചോദിച്ചത്. He also felt that with a great emphasis on objectivity, it cannot be possible to know that about daydreams and fantasies which are important aspects of behavior. അതേപോലെ തന്നെ എന്താണ്? ഡേ ഡ്രീംസും ഫാൻറ്റസീസ് ഒന്നും ആരെടുത്തിട്ടുണ്ടായിരുന്നില്ല? ബിഹേവിയറിസത്തിൽ വാട്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബിഹേവിയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ് ഈ ഡേ ഡ്രീമും ഫാൻറ്റസീസും ഒക്കെ. അതില്ലാത്തത് അടുത്ത ക്രിറ്റിസിസം ആയിരുന്നു. ഓക്കെ ആണോ? ആണല്ലോ. ഇനി അടുത്തത് ഓവറോൾ ഇമ്പാക്റ്റ് ചോദിക്കുന്നുണ്ട്. രണ്ടും കൂടെ ആയിരിക്കും ചോദിക്കുക. ക്രിറ്റിസിസം ഓവറോൾ ഇമ്പാക്റ്റും രണ്ടും കൂടെ ആയിരിക്കും കേട്ടോ ചോദിക്കുക.
ഓവറോൾ ഇമ്പാക്റ്റും പിന്നെ അതേപോലെ തന്നെ ക്രിറ്റിസിസം. സൈക്കോളജി ഗെയിൻ മോർ ഒബ്ജക്ടിവിറ്റി in its method and terminology because Watson as he reacted actively against the prevalent methods of study in psychology at that time. അപ്പോൾ എന്താണ് ഒബ്ജക്ടിവിറ്റി കൊണ്ടുവന്നത്, സൈക്കോളജിക്ക് കൂടുതൽ ഒബ്ജക്ടിവിറ്റി അതേപോലെ തന്നെ ടെർമിനോളജി ഒക്കെ വന്നത് വാട്സന്റെ ഒരു ടൈമിലാണ്. അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ്. വാട്സൺ urged for a complete reformulation of psychology by discarding both content, consciousness and methodology introspection prevalent at that time. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഈ ഒരു കോൺഷ്യസ്നെസ്, ഇൻട്രോസ്പെക്ഷൻ അതൊക്കെ മാറ്റി എന്ത് ചെയ്തു, സൈക്കോളജീനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീഫോർമുലേറ്റ് ചെയ്തു. കോൺസിക്വൻ്റ്ലി എ പോസിറ്റീവ് ഒബ്ജക്റ്റീവ് സെൻസ് ഓഫ് സൈക്കോളജി വാസ് ഓഫേർഡ് ബൈ വാട്സൺ. അപ്പോൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് ഒരു സെൻസ് ഓഫ് സൈക്കോളജി ഓഫർ ചെയ്തു ബൈ ഫോക്കസിങ് ഓൺ ബിഹേവിയറൽ അഡാപ്റ്റബിലിറ്റി ടു ദ എൻവയറമെൻറ്റ്. എൻവയറമെൻറ്റിനോട് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടായിരുന്നു ഈ ഒരു സൈക്കോളജിയിൽ അദ്ദേഹം പറഞ്ഞത്. വിച്ച് മെയ്ഡ് ബിഹേവിയറിസം ദ ഡോമിനൻറ്റ് സിസ്റ്റം ഓഫ് അമേരിക്കൻ സൈക്കോളജി. അങ്ങനെ തന്നെ അമേരിക്കയുടെ ഒരു ഡോമിനൻറ്റ് സിസ്റ്റം ബിഹേവിയറിസമായിട്ട് വന്നു. ഇനി വാട്സൺ വ്യൂ ഓഫ് സൈക്കോളജി ഹാസ് ടു ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ്. രണ്ട് ഇഫക്റ്റുകളാണ് മെയിനായിട്ട് വാട്സന്റെ ബിഹേവിയറിസത്തിലുള്ളത്. ദ മേജർ ഗോൾ ഓഫ് സൈക്കോളജി വാസ് ചേഞ്ച്ഡ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ടു ദ പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബിഹേവിയർ. അപ്പോൾ അതുവരെ എന്തായിരുന്നു, സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ പറ്റി പഠിക്കലായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം മാറി. സൈക്കോളജിയുടെ മേജർ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനെ മാറ്റിയിട്ട് അവിടെ എന്താക്കി, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബിഹേവിയർ ആക്കി. ഇനി ഓവേർട്ട് ബിഹേവിയർ ബിക്കെയിം ഓൾമോസ്റ്റ് ദ എക്സ്ക്ലൂസീവ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ എക്സ്ക്ലൂസീവ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഓവേർട്ട് ബിഹേവിയർ ആക്കി. ദ കറന്റ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് കെയിം ഇൻ ടു ബീയിങ് ഡ്യൂ ടു ബിഹേവിയർസ്. അപ്പോൾ ഈ ഒരു ബിഹേവിയറിസം കാരണമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന സൈക്കോളജിയുടെ ഈ ഒരു ഡെഫിനിഷൻ ഏതാണ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സ്. അത് വന്നത് ഈ ഒരു ബിഹേവിയറിസം കാരണമാണ്. ഇതാണ് മേജർ ഇമ്പാക്റ്റുകൾ പറയാനായിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇന്ന് ഇത്ര മതി, ഇന്ന് ഇത്ര എടുത്ത് നിർത്തുന്നുണ്ട്. നാളത്തെയും മറ്റന്നാളത്തെയും കാര്യങ്ങൾ എനിക്ക് ടൈം കറക്റ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നോക്കിയിട്ട് പറയാം കേട്ടോ. 9, 10, 11, 12, 13 നോക്കാനുണ്ട്. ജസ്റ്റ് ഒരു ഓടിച്ചോട്ടം നടത്താം. ഓക്കെ, നമുക്ക് മറ്റുള്ള സബ്ജക്റ്റുകൾ സ്പീഡിൽ പറയുന്ന പോലെ ഇത് പറഞ്ഞു പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ടൈം വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, നാളെ നോക്കാം കേട്ടോ. നാളെ എങ്ങനെയാണ് സമയമെന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കാം. ഞാൻ പുലർച്ചെ 5 മണി തൊട്ട് ബിസി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നായിരിക്കും കേട്ടോ ചിലപ്പോൾ മെസ്സേജ് ഇടുക. സ്കിപ്പ് ചെയ്യാൻ യൂണിറ്റ് ഉണ്ട്. സ്കിപ്പ് ചെയ്യാൻ യൂണിറ്റ് ഒരു മിനിറ്റ് കേട്ടോ. സ്കിപ്പ് ചെയ്യാനുള്ള യൂണിറ്റ് നോക്കാൻ ഒരു മിനിറ്റ് നോക്കട്ടെ. സ്കിപ്പ് ചെയ്യാനുള്ള യൂണിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 12ാമത്തെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം അതിൽ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനിസവും ഫെമിനിസവും മാത്രമേ വരുന്നുള്ളൂ. അത് വേണമെങ്കിൽ യൂണിറ്റ് 12 വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ സൈക്കോളജി ഫീൽഡ് തിയറി പിന്നെ കുറേയൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തീരെ പറ്റാത്തവർ 12ാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. ഓക്കെ നമുക്ക് കേട്ടോ. ബാക്കി നാളത്തെ ടൈം ഞാൻ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇടുക. അപ്പോൾ അതൊന്ന് നോക്കുക. ഞാൻ കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വീട്ടിലെത്തുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പരമാവധി പറയാൻ പറ്റാവുന്നത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.